ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില ആഴ്ചകൾ കൊണ്ട് ചുമയുടെ ബുദ്ധിമുട്ടും കഫത്തിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചില ആഴ്ചകളായിട്ടുണ്ട്. എങ്കിലും ശുശ്രൂഷകൾക്ക് ഭംഗമൊന്നും വരുത്തിയില്ല ദൈവം. വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട തങ്കച്ചായനാണ് വിളിച്ചത്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ UPFന്റെ ചുമതലപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വിളിച്ചപ്പോഴേ തങ്കച്ചായനോട് പറഞ്ഞു ലൈവ് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ലൈവ് പണക്കമുണ്ടായിട്ടല്ല, ഇത് ബിസിനസ്സാക്കി ഒത്തിരി പേര് മാറ്റുന്നു. ധാരാളം പേര്, ഒരാളല്ല, 90 ഇത് ആൾക്കാർ ഗുണപ്പെടാനോ രക്ഷപ്പെടാനുള്ള ഉദ്ദേശത്തോടല്ല പലരും ചെയ്യുന്നത്. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കാരണം ഇച്ചിരി കട്ട് ചെയ്ത് അതിന് മേളിലൊരു പ്രത്യേക എന്തോ അതിന് പറയുന്നത് ഹെഡിങ്ങും ഒക്കെ കൊടുത്ത നല്ല ഹെഡിങ് അല്ല, ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ടാകും. കാരണം ഇവര് ഈ ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നൊരു താല്പര്യവും ഇല്ല. മനസ്സിലായല്ലോ? ആന പട്ടാഴി അമ്പലത്തിൽ ചെന്നാലും ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അങ്ങനെ അതിന് കാളാമുണ്ടനോ കരിമ്പോ. അപ്പം ആത്മീക ലോകത്ത് ഇത് വളരെ ദോഷമായിട്ട് വരുന്നു. നമ്മൾ ഇതിനകത്ത് പറയുന്ന പല കാര്യമുണ്ട്, അത് കട്ട് ചെയ്ത് തലക്കെട്ടുമൊക്കെ കൊടുത്ത് അത് ആൾക്കാർ ഗുണം പിടിക്കാനൊന്നുമല്ല, അവർക്ക് ചില ഉദ്ദേശത്തോടെ. അതുകൊണ്ട് ഞാനും ഇപ്പം അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ തങ്കച്ചായനും മനപ്പുറയുടെ വന്നല്ലോ, പിള്ളേർ ഓസ്ട്രേലിയയിലുണ്ടെന്ന് പറഞ്ഞു, വേറെ കണ്ടോ ആരാണ്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം കാണണം. എന്നാൽ പിന്നാട്ടെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ നല്ല ഉദ്ദേശത്തോടായി ചെയ്യുന്നത്. പക്ഷെ അത് വഷളത്വത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോവുക. ഒരാളുടെ കാര്യമല്ല പറയുന്നത്, ഒരു 90% ചാനലുകാരും നല്ല ഉദ്ദേശത്തോടല്ല ചെയ്യുന്നത്. അതിൽ ചില ആൾക്കാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വേണ്ട എന്ന് ഞാൻ ഈ പറയുന്നത്. വർഗീയത വെതറുക, ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന പദങ്ങൾ എടുത്തിട്ട് സഭകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന രീതി. 1-2 ഉദാഹരണം എനിക്ക് ചാനലുകാരുടെ പേരൊന്നും അറിയാൻ മേല. ഒരുത്തനെ അടുത്ത കാലത്ത് കൊടുത്തു, അനീഷ് കാവാലം പാസ്റ്റർമാർക്കെതിരെ. അപ്പം പാസ്റ്റർമാരെല്ലാം എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോട്ടെ. അപ്പം അവൻ്റെ ചാനലങ്ങ് കയറിപ്പോവും. എന്തുവാ പറഞ്ഞൊന്നും അറിയണ്ടായി. പറഞ്ഞു വരുമ്പോൾ ഉള്ളി പൊളിച്ചാൽ എന്തുവാ മാമേ ഒടുവിലെ? ഒന്നുമില്ല. പൊളിച്ച് പൊളിയുമ്പം പിന്നെ അടുത്ത കാലത്ത് ഒരെണ്ണം കണ്ടു. ഞാനിത് ശ്രദ്ധിക്കാറില്ല, പിന്നെ പലരും പറഞ്ഞ് കേൾക്കുമ്പോഴായി നോക്കുന്നത്. എന്തോ മറന്നും പോയി. TPM സഭയെ പറ്റി അനീഷ് കാവാലം മറ്റ് പെന്തിക്കോസുകാരുടെ വായടങ്ങും ഉണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ടാന്ന് പറഞ്ഞത് ദോഷമൊപ്പിക്കാൻ വേണ്ടിയല്ല. ധാരാളം ആൾക്കാർ തന്നെയല്ല, നമ്മുടെ സഭയ്ക്കകത്ത് വേർപാടിൻ്റെ ഉപദേശം പറഞ്ഞ കൂട്ടത്തിൽ ഓണത്തെ പറ്റി പറഞ്ഞു. അത് ഇച്ചിരി കട്ട് ചെയ്ത്, നിങ്ങൾ വല്ലവരും കണ്ടോന്നറിയത്തില്ല, അത് കട്ട് ചെയ്ത് വെച്ച് ആരാന്നൊന്നും അറിയത്തില്ല, തലക്കെട്ട് കൊടുത്ത് എത്ര പേരാ എന്നെ വിളിച്ച് തെറി പറഞ്ഞെന്നറിയാമോ? അങ്ങ് തെറിയ. ഞാൻ തെറി പറയത്തില്ല, പക്ഷേ തെറിയാന്നറിയാം, തിരിച്ചു പറയത്തുമില്ല, കേട്ടോണ്ടിരിക്കും തെറി. പിന്നെ പുതിയത് വല്ലതും ആണെങ്കിൽ ഇപ്പം ഇതൊത്തിരി ദൈവനാമവും ദൂഷിപ്പിക്കുന്നു. നമ്മുടെ ഈ നാട്, ഈ രാജ്യം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും മറ്റ് ഇതര മതസ്ഥരുമെല്ലാം ഒന്നിച്ച് പാർക്കുന്ന ദേശമാണ്. അപ്പം അത് സന്തോഷത്തോടും സമാധാനത്തോടും ജാതീയ സ്പർദ്ധയോ മതസ്പർദ്ധയോ ഉണ്ടാക്കാതെ വേണം കാര്യങ്ങൾ പോകാൻ. അപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിശ്വാസവും പ്രമാണവും പറയുവാൻ നമുക്ക് ഗവൺമെൻറ് സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരത് ദുർവിനിയോഗം ചെയ്യുന്നു. ഒരാളല്ല, 2 പേരല്ല, ഒരു 98% ആൾക്കാർ
എന്നാൽ നല്ല മനസ്സോടെ ഇത് സുവിശേഷം കേൾക്കണം, മറ്റുള്ളവർ രക്ഷപ്പെടണം, മറ്റുള്ളവർക്ക് ഗുണമാകണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ചിലരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചാനലിലുള്ളവർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതല്ല എന്തെങ്കിലും സൂത്രബുദ്ധിയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ചിന്തിക്കാം. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് ആരെങ്കിലും കട്ട് ചെയ്ത് അതിന് പ്രത്യേക പരിവേഷം കൊടുക്കുമ്പോൾ നിങ്ങളത് വിലക്കണം. പ്രസംഗം മൊത്തം ഇട്ടു, ഒരു വിഷയവുമില്ല, മുഴുവൻ ഇട്ടു, കേൾക്കാനില്ലയോ ഇതിടുന്നേ? പക്ഷെ അതിൻ്റെ ഇച്ചിരി കട്ട് ചെയ്ത് അതിന് പ്രത്യേക തലക്കെട്ടും പരിവേഷം കൊടുത്ത് സഭക്കാരെ അടിയുണ്ടാക്കാൻ, മറ്റുള്ള ഹൈന്ദവ സ്നേഹിതന്മാർ മുസ്ലിം സഹോദരന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, മതസ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ, ജാതീയ സ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ, അലോക്യമുണ്ടാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോക്കാനുള്ള ഉദ്ദേശത്തോടെ ഒരാളെന്നല്ല ആരും ചെയ്യരുത്. അത് നന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് നമുക്ക് പരിചിതമായ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് മൈക്കിൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ലോകം എത്ര പരിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കിക്കാണുക, കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കിക്കാണുക, പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കിടുവാനായി പ്രിയ കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ. കാന്താനിൻ വരവിനായി കാത്തിരും നിന്റെ മനം, കാന്താനിൻ വരവിനായി കാത്തിരും നിന്റെ മനം. കാന്താനിൻ വരവിനായി കാത്തിരും നിന്റെ മനം. കാന്താനിൻ വരവിനായി കാത്തിടും തന്റെ മനം. കാന്താനിൻ വരവിനായി കാത്തിടും തന്റെ മനം.
കാത്തിരും നിന്റെ മാനം. കാന്താനീൻ വരവിനായി കാത്തിരു നിന്റെ മാനം. വെന്തൂരുകുന്നു കണ്ണും മങ്ങും നൻ മാനുവേലേ. വെന്തൂരുകുന്നു കണ്ണു മങ്ങും നൻ മാനുവേലേ. കാന്താ താമസം എന്താകോ വന്നിടാനേശു. കാന്താ താമസം എന്താകോ. കാന്താ താമസം എന്താകോ വന്നിടാനേശു. കാന്താ താമസം എന്താകോ. കാന്താതാമസം എന്താകോ വന്നിടാനേശു. കാന്താതാമസം എന്താകോ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്താണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത പദം ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വളരെ ദൈവമക്കൾക്ക് പരിചിതമായ ഒരു തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ചുമതലപ്പെട്ടവര് എന്നോട് ഓർപ്പിച്ചത് 9:15 പ്രസംഗം നിർത്തണമെന്ന്. ദൈവം അനുവദിച്ചാൽ ആ കൃത്യസമയത്ത് നിർത്തുവാൻ കർത്താവ് ശരണപ്പെടും. ആ ചൂട് ഞാൻ നേരും. ഇത് കറക്റ്റാണോ? ഇതിൽ 8 മണിയായി. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ പരിചിതമായ തിരുവെടുത്താണല്ലോ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 2:17. ഈ പട്ടാഴി ദേശത്ത് അനേക ദൈവമക്കളുണ്ട്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചവർ, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്നവർ, ആമീൻ, കർത്താവിന്റെ മഹത്വപ്പെടുത്തിയവര്, ദൈവസഭകൾക്ക് ചുമല് കൊടുത്തവര്, വളരെ പോരാട്ടങ്ങളിൽ കൂടി വിശ്വാസം ആമേൻ കളയാതെ വണ്ണം നിന്ന് പ്രിയപ്പെട്ടവർ, അവരുടെ പിൻതലമുറകൾ, അങ്ങനെ ഈ ദേശത്ത് അനേക ദൈവമക്കളുണ്ട്. അവരെ അവരുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും പേർക്ക് ഇന്ന് രാത്രി ഭവനത്തിന്റെ അങ്കണത്തിൽ ഒത്തുചേരുവാനും ദൈവം സാവകാശം നൽകി. സമീപ സ്ഥലത്ത് റോഡിലുമൊക്കെ നിൽക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചത് അതുകൊണ്ട് വേദപുസ്തകത്തെ പറ്റി കുറച്ച് അറിവും തിട്ടവും പരിജ്ഞാനമുള്ളവരായി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും. ഈ വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, വിശേഷിച്ച് ഒടുവിലത്തെ പുസ്തകം. എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഈ സത്യവേദ പുസ്തകം. ഇതിന് മാത്രമേ ഈ പേരുള്ള സത്യവേദ പുസ്തകം. ഈ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ പുസ്തകമാണ്. 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ നമുക്കറിയാം. പഴയ നിയമം 39 പുസ്തകങ്ങൾ. ആ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തെ ഏതാണ്ട് പല നിലകളിലാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങൾ,
പിന്നീട് 21 ലേഖനങ്ങൾ, അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ ഭാവി കാലത്ത് എന്തൊക്കെ നടക്കും, സംഭവിക്കും എന്നുള്ള വിഷയങ്ങൾ സർവജ്ഞനായ ദൈവം എല്ലാം ക്രമപ്പെടുത്തി വെച്ചത് സമയമായപ്പോൾ മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് സാധാരണ ഇത് തരംതിരിക്കുന്നത്. ഏതാണ്ട് 8 എഴുത്തുകാരാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ എഴുതിയത്. നമുക്കറിയാം, അതിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ അപ്പോസ്തലന്മാര് 4 പേര് മത്തായി, പത്രോസ്, യോഹന്നാൻ, പൗലോസ്. മറ്റ് 4 പേര് ലൂക്കോസും മർക്കോസും യൂദായും യാക്കോബും. ഇങ്ങനെ 8 പേര്. അതിൽ ഇന്ന് രാത്രി നമ്മളെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അതിൽ പ്രധാനപ്പെട്ടൊരു പദം, മറഞ്ഞിരിക്കുന്നവന്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്, വെളിപ്പാട് പുസ്തകം. എന്നേക്കാൾ അറിവുള്ളവരായി എന്നെ കേൾക്കുന്നവര് നമുക്കറിയാം, ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ നമുക്കറിയാം കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ ആളിനെ നമുക്കറിയാം. നിങ്ങൾക്കറിയാം ആരാ? അയ്യോ, പൗലോസ്. ഏതാണ്ട് 10-14 ലേഖനങ്ങൾ പൗലോസ് എഴുതി. പിന്നീട് കൂടുതൽ പുസ്തകം എഴുതിയ, പുസ്തകത്തിന്റെ ക്രമത്തിൽ പുസ്തകം എഴുതിയ ആളാണ് മോശെ. പിന്നത്തെ ഒരാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പൊ ചെല്ലി എന്തിക്കും, ദാവീദ് ധാരാളം സങ്കീർത്തനം എഴുതിയില്ലോ, അതെല്ലാം സങ്കീർത്തനമാണ്. ഏതാണ്ട് 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനങ്ങളും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ. അതെല്ലാം ഒരേ നിലയിലുള്ള പുസ്തകമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത് പൗലോസും. 2-ാം നിരയിൽ നിൽക്കുന്ന വ്യക്തികളാണ് മോശയും യോഹന്നാൻ അപ്പോസ്തലനും. മോശെ 5 പുസ്തകം എഴുതി. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 5 പുസ്തകം എഴുതി. യോഹന്നാൻ അപ്പോസ്തലൻ 5 പുസ്തകം എഴുതി. നമുക്കറിയാം, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം, ഒരു പുസ്തകം. 2 3 ലേഖനങ്ങൾ എഴുതി. 3 ഒടുവിൽ വെളിപ്പാട് പുസ്തകവും എഴുതി. ഇങ്ങനെ 3 2 5 പുസ്തകം. അതെ, യോഹന്നാന്റെ എഴുത്തിന് വ്യത്യാസമുണ്ട്. പൗലോസ് ഒരേ നിലയിൽപ്പെട്ട ലേഖനങ്ങൾ മാത്രമായി എഴുതിയത്, ലേഖനങ്ങൾ മാത്രം. ലൂക്കോസ് 2 ചരിത്ര പുസ്തകം എഴുതി. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷവും 2 അപ്പോസ്തല പ്രവൃത്തി. അത് 2 ചരിത്ര പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രവും ആദിമ സഭയുടെ ചരിത്രവും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് യോഹന്നാന്റെ എഴുത്ത്. യോഹന്നാൻ ചരിത്ര പുസ്തകവും എഴുതി, അപ്പോൾ തന്നെ ലേഖനങ്ങളും എഴുതി. ഭാവികാലം സംബന്ധിച്ചുള്ള വെളിപ്പാട് പുസ്തകവും യോഹന്നാൻ എഴുതി. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാ, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം. എന്റെ ഭാഷയെ പറഞ്ഞാൽ കേൾക്കുമ്പം രോഗശാന്തി വരുന്ന ചരിത്രം, ജനം വിടുതൽ പ്രാപിക്കുന്ന ചരിത്രം. മുമ്പ് ഇവിടെ പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചും പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്ന ചരിത്രം, പാപികൾ മാനസാന്തരപ്പെടുന്ന ചരിത്രം, രോഗികൾ സൗഖ്യമാക്കുന്ന ചരിത്രം, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കുന്ന ചരിത്രം, അന്ധകാര ശക്തികൾ മാറുന്ന ചരിത്രം, സാത്താന്റെ കെട്ടുകൾ അടിക്കുന്ന ചരിത്രം. ഇന്ന് രാത്രി ആ ചരിത്രമാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ പറ്റുന്ന ചരിത്രം. നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. അവസരം കിട്ടിയാൽ നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയണ്ട. ചിലർക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ചരിത്രം, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. പക്ഷെ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന നല്ല ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കാരണം ആ ചരിത്രത്തിനകത്ത് യാതൊരു അപാകതയില്ല. ഞാനും നിങ്ങളുമെല്ലാം ചരിത്രം പറഞ്ഞാൽ നല്ല കാര്യമേ പറയുള്ളൂ. കുടുംബചരിത്ര പുസ്തകമുണ്ട്, കുടുംബചരിത്ര പുസ്തകം. ഇന്ന കുടുംബത്തിൽപ്പെട്ട, മഹാകുടുംബത്തിൽപ്പെട്ട, അതിൻ്റെ താഴ്വഴിയിൽപ്പെട്ട, അതിൻ്റെ ശാഖയിൽപ്പെട്ട, ഉപശാഖയിൽപ്പെട്ട, അതെല്ലാം നല്ല കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ കുടുംബത്തിൽ എന്തെല്ലാം
പ്രശ്നങ്ങൾ ഉണ്ട്. അത് വല്ലോ ഏതേലും ഒരുത്തൻ എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്ക്. ഞങ്ങളുടെ കുടുംബത്തിലെ വഴി വിട്ടു പോയവൻ്റെയും പ്രമാണം തെറ്റിയവൻ്റെയും മറ്റുള്ളവരെ ഉപദ്രവിച്ചതിൻ്റെ ഒന്നും ചരിത്രം എടുക്കുകയല്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരു അപ്പച്ചനുണ്ടായിരുന്നു, കറിയ അയാളെ പോലെ, പക്ഷെ അത് എഴുതുകയല്ല. അപ്പൊ ഞാനും നിങ്ങളും എല്ലാം ആരാണെങ്കിലും എഴുതിയാൽ നല്ല കാര്യങ്ങൾ മാത്രമേ, അത് പുസ്തകത്തിലാണെങ്കിലും പൊതുവിൽ പ്രസംഗിച്ചാലും എല്ലാം നല്ല നല്ല കാര്യങ്ങളെ പറയുള്ളൂ. എന്തെല്ലാം അപാകതകളുണ്ട്. അത് അടുത്തുള്ള അയലത്തുകാരോട് ചോദിച്ചാൽ പരിവക്കേട് എന്നാക്കിയുണ്ടെന്ന് പറഞ്ഞു തരും. ബന്ധുമിത്രാദികളോട് ചോദിച്ചാൽ പറയും എന്തെല്ലാം കുഴപ്പടികളുണ്ടെന്ന്. ദീർഘവർഷങ്ങളായി സഹകരിച്ചവരോട് ചോദിച്ചാൽ പറയും എന്തെല്ലാം കുഴപ്പടും ഉണ്ടെന്ന്. എന്നാൽ യാതൊരു അപാകതയില്ലാത്ത, യാതൊരു കുഴപ്പമില്ലാത്ത, യാതൊരു പാളിച്ചയില്ലാത്ത ഒരേ ഒരു ചരിത്രം, അത് നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാക്കുന്ന ചരിത്രം, ആശ്വാസം ഉണ്ടാക്കുന്ന ചരിത്രം. ആ ചരിത്രമാണ് ഇന്നും നാളെയും മറ്റന്നാളും കർത്താവ് അനുവദിച്ചാൽ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ആ ചരിത്രം കേൾക്കുവാൻ കടന്നു വന്ന ബഹുമാനിരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിന്റെ ചരിത്രം. വൈദികം പിശാചിനോടും കായമോഘാദികളോടും പോരാടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. 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 കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയറ്റിയാട്ടെ. മോനെ ലൈവ് പോകുന്നുണ്ടോ? ഉണ്ടോ? അതാ പറഞ്ഞു പോകുന്നുണ്ടോ? വിട്ടോ? പോകുന്നുണ്ടോ? കുഴപ്പമില്ല, വിട്ടോ. മറ്റേ ദോഷം ഒപ്പിക്കരുതെന്നേ പറഞ്ഞോളൂ. നിങ്ങളത് ഒപ്പിക്കുന്നില്ലെങ്കിൽ കുഴപ്പം. അപ്പം ഞങ്ങളുടെ ഇതിലും കൂടെ വിട്ടേരാ. അതെന്തിനാ കട്ട് ചെയ്ത്? അതുകൂടെ ഇട്ടേച്ച് നമുക്ക് തുടങ്ങാം. അതിലും കൂടെ വിടാൻ പറ. നമ്മുടെ ഇതിലും കൂടെ വിടാൻ പറ. വിടുന്നില്ലേ? രണ്ടും വിടണ്ട. വിടുക എന്നേ രണ്ടും വിടണം. വിടുക എന്നേ രണ്ടിലും കൂടെ വിട്. ഇല്ല ആരും വിടണ്ട. അച്ഛൻ ഇതിനെപ്പറ്റി എന്തേലും അറിയാവും? അച്ഛൻ എന്തേലും അറിയാവും? അവർ പറഞ്ഞത് അത് അവർക്കറിയാം. അച്ഛൻ അവിടെ നിൽക്ക്. അതവർ ചെയ്തോളും. അവരത് ചെയ്യട്ടെ. അച്ഛൻ മിണ്ടാതിരിക്കും.
ഓക്കെ ആണോ? വിട്ടു. അത് ഞാൻ എതിർത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല സെൻസിലെടുക്കണം. നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ മറ്റാർക്കും കൊടുക്കരുത്. ഞങ്ങളാർക്കും കൊടുക്കില്ല. കാരണം കട്ട് ചെയ്തെടുത്ത് ദോഷം ഒപ്പിക്കുന്നു. അതുകൊണ്ടായി മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഇല്ലേ, കാശ് മേടിക്കുന്നതും ആരാനും അടി കൊള്ളുന്നതല്ല ചേണ്ട. നിങ്ങളിപ്പം കാണുകയും മുഴുവൻ തെറി വരുന്നത് എനിക്കാണ്. ഫോൺ എടുക്കാൻ യോഗത്തിനാണോ വിളിക്കുന്നത്, തെറി പറയാനാണെന്ന് ഞാനാണ് അറിയുന്നത്. ഹലോ എന്ന് വെക്കുമ്പോൾ ഡാഷ്, പിന്നെ കേട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ ആരോടും വൈരാഗ്യമുണ്ടായിട്ടോ പിണക്കമുണ്ടായിട്ടല്ല. മനസ്സിലായോ? ഈ അടുത്ത സമയത്ത് നമ്മുടെ സഭയ്ക്കകത്ത് പറഞ്ഞതാ ഓണത്തെ പറ്റി. അത് ഉപദേശ വിഷയങ്ങൾ പറയുമ്പോൾ പറയും. അത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് പ്രശ്നമുണ്ടാക്കി എന്തും വേണ്ട ആൾക്കാരെ വിളിച്ച് തെറി പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ വരെ ഒന്നും പ്രശ്നമുണ്ടാക്കി. അപ്പം അത് ചെയ്യുന്നത് ദോഷമാണ്. അത് ദൈവനാമം മഹത്വപ്പെടുകയല്ല, ദൈവനാമം ദൂഷിക്കുക. ഞാൻ എല്ലാവരോടും പറയും, പ്രസംഗം മുഴുവൻ വിട്ടു, അതിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് അതിന് പ്രത്യേക തലക്കെട്ട് കൊടുത്ത് സ്പർദ്ധ വർദ്ധിപ്പിക്കാനും തമ്മിത്തല്ലുണ്ടാക്കാനും നാശം ഒപ്പിക്കാനും ചെയ്യരുതെന്നായി പറഞ്ഞ നല്ല സെൻസിലെടുക്കണം. ഇപ്പോൾ ഓക്കെ ആണോ? എല്ലാം അച്ഛാ എന്തോ കണ്ടോണ്ടേ ഓക്കെ ഓക്കെ എന്ന് പറയാം. എല്ലാം റെഡിയാന്നേ? അല്ല ചെയ്തോ, വിടുകാന്നേ രണ്ടിലും കൂടെ വിട്ടോ, അല്ലേ ആരും വിടണ്ട. മനുഷ്യനെ മെനക്കെടുത്തരുത്. ബാക്കിയമ്മായി ഒന്നുകൂടെ മിക്കവാറും ഇതേ നടക്കുള്ളൂ ഇന്ന്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ദൈവത്തിന്റെ മകൻ. അപ്പൊ ശ്രദ്ധിച്ചേ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17 ഓർപ്പിച്ചല്ലോ. ഈ പുസ്തകം ഒടുവിലത്തെ പുസ്തകമാണ്. യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ യോഹന്നാൻ ഓരോ പുസ്തകവും എഴുതുന്നതിന് ഉദ്ദേശമുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് ഉദ്ദേശമുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, യോഹന്നാൻ 5 പുസ്തകം എഴുതി. അതിൽ ആദ്യത്തെ സുവിശേഷ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. 3 ലേഖനങ്ങൾ എഴുതി. 3 ഒടുവിലത്തെ 5-ാമത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതി. അപ്പൊ ഇതിനെല്ലാം ഉദ്ദേശശുദ്ധിയോടാണ് യോഹന്നാൻ, നല്ല ഉദ്ദേശത്തോടെ. എന്തുവായി യോഹന്നാന്റെ ഉദ്ദേശം? സുവിശേഷ പുസ്തകം എഴുതാനുള്ളതിന്റെ ഉദ്ദേശശുദ്ധി. എന്തിനത് എഴുതി? വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30 വായിച്ചാട്ടെ. 20-ന്റെ 30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാ സുവിശേഷം എഴുതിയത്? അല്ല, അത് പറയുന്നതിന് മുന്നേ ഒന്നുകൂടെ പറയാ, എന്താ സുവിശേഷം? സുവിശേഷം ഒരു വ്യക്തിയ മതം മാറ്റമല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറുകല്ല, ആളെ കൂട്ടല്ല, ബഹളമുണ്ടാക്കുകയല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല. എന്റെ ഭാഷയ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല, ആമൻ ആൾക്കാരെ അസ്വസ്ഥതപ്പെടുത്തോ, ആമൻ തമ്മിത്തല്ലുണ്ടാക്കുന്ന മതസ്പർദ്ധ വർദ്ധിക്കുന്നതല്ല, കയ്യേറ്റം ചെയ്യുന്നതല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. നമുക്കെല്ലാം മനപാഠമായ വാക്യമാ. ദാവീദിന്റെ സന്തതിയായി വാക്യം ഒന്ന് വായിച്ചോ. തീമോഥെയോസിന്റെ ലേഖനത്തിൽ 2-ന്റെ 8-ാം വാക്യം വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. വായിച്ചേ. എന്നാ പിന്നെ അങ്ങനെ വായിച്ചാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്ന സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? അതൊരു വ്യക്തിയാ, മറ്റാരുമല്ല, നസറയനാകുന്ന യേശു.
മൈക്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട് എനിക്ക് നല്ല സുഖം, ഇവരുടെ കുഴപ്പമില്ലല്ലേ? നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലതാന്ന് ഞാൻ പറയും. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു ഒരു വ്യക്തി, മറ്റാരുമല്ല, മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഓടിച്ചെന്നിട്ട് കാര്യം പറയാ, എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 വായിച്ചേ. തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചു. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോട് നീതിയോട് ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ചുച്ചു വളർത്തുന്നു. ഒറ്റ വാക്കി പറയാ, എന്താ സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശുക്രിസ്തു. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടോ, ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ, അച്ഛനോ കപ്പിയാരോ ജമ്മാച്ചനോ മെത്രാച്ചനോ കർദിനാളുണ്ടെന്ന് പറഞ്ഞാൽ നീ സ്വർഗ്ഗത്തിൽ പോകുകയില്ല. കുരിശുമൂട്ടിലെയാ കുന്നേലെയാ കുരിശും തൊട്ടി ഞങ്ങളുടെ അപ്പച്ചൻ പണിത് കൊടുത്തത് ആ പള്ളി ഞങ്ങളുടെ പറമ്പിലാ പുറകിടത്തിൽ, ഇതൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ഞാൻ സെൻട്രൽ പാസ്റ്ററുടെ മകനാ, ഞാൻ പാസ്റ്ററുടെ മകനാ, ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്, ഇത് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീനി നല്ല കൈയടിച്ചു പാടി നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി നല്ല അവസരം ദൈവം നിനക്ക് തന്നിരിക്കുക. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാദിവസം. ഇന്ന് രാത്രി ആമേൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, പണം ചെലവാക്കണ്ട, അരിയോ തുണിയോ മണിയോ ഗിണിയോ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ പാപത്തെ മോചിക്കണം. ആര് പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ ഇനി അങ്ങോട്ട് സംസാരിക്കുക എടുക്കുമെന്ന് ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒന്നാമത് ഇപ്പം ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് നിങ്ങൾ ഇനിയും പറയുമ്പോൾ എനിക്ക് അങ്ങ് ഡൗട്ട് അടിക്കും. ഞാൻ മനുഷ്യനല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ ഏതായാലും 9:15 വരെയുള്ളൂ, ഒന്ന് സാധിക്കേ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും, പെട്ടെന്ന് ഞാനും പോയേക്കാം. അപ്പം അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കും, ഇനി മരുന്നെടുത്ത് വെച്ച് കാണാം, അല്ലാതെ തന്നെ അയ്യാൻ. അപ്പം ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു സുവിശേഷം. എന്താണ് സുവിശേഷം? നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇനി ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സങ്കീർത്തനം 49:1 വായിര്, ഒന്ന് ചടയെന്ന് വായിച്ചു. 49:1 പെട്ടെന്ന് വായിച്ചു. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചു. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. എല്ലാരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. മുസ്ലിം സഹോദരങ്ങൾ കേൾക്കണം, ഹൈന്ദവ സ്നേഹിതന്മാരും കേൾക്കണം, ബുദ്ധമതത്തിൽപ്പെട്ടവരും ജൈനമതത്തിൽപ്പെട്ടവരും പാഴ്സി മതത്തിൽപ്പെട്ടവരും ക്രിസ്ത്യാനി എന്ന് പേര് കൊണ്ടുള്ളവരും. മനസ്സിലായി കാണുകയല്ലായിരിക്കും. ഇത് കത്തോലിക്കനും യാക്കോബക്കാരനും മാർത്തോമക്കാരനും റീത്തുകാരനും ലന്തിക്കാരനും ലണ്ടൻകാരനും പെന്തിക്കോസ് എന്ന് പേരേ ഉള്ളൂ. ചിലതൊന്നും രക്ഷിക്കപ്പെട്ടതല്ല, വെറുതെ വന്നിരിക്കുന്നത് ഉള്ളു. സകല ആൾക്കാരും കേൾക്കണം. എന്തുവാ സുവിശേഷം? അതെന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ആൾക്കാരും ഇത് കേൾക്കണം. ഏതായാലും ഈ മൈക്ക് കേൾപ്പിക്കുന്നുണ്ട്, വളരെ നന്ദി. ചിലയിടത്ത് എന്നാൽ കേൾപ്പിക്കുകയല്ല. എനിക്ക് തിരുവനന്തപുരം സൈഡിൽ പോകുന്നത് വലിയ ഇഷ്ടമായി. ഈ സുവിശേഷം പറയാൻ ഒരു 2 കിലോമീറ്റർ ദൂരോളം വെക്കും.
നമ്മുടെ ആൾക്കാർ ഇവിടെ ഒന്നും വെക്കുകയല്ല. ഇവിടെ ഹൈന്ദവ സ്നേഹിതന്മാർ വെക്കും ഓരോ പോസ്റ്റേലും കൊണ്ട് ചെറിയ അതിനെന്താ കോളാമ്പി അല്ലല്ലോ ചെറുത്, എന്ത് പാടാന്ന് അത് അവർ വെക്കും. അതെങ്കിലും കണ്ടെങ്കിലും വെക്കണ്ടേ നമ്മുടെ ആൾക്കാർ? എന്ത് ചെയ്താ വെളിയിലോട്ട് വെക്കുകയല്ല. ആ മുക്കിന് വന്നാൽ പോലും കേൾപ്പിക്കുകയല്ല. ഇവിടെ വന്നാൽ പോലെ ഇതും കേൾപ്പിക്കുകയല്ല. അലിയാന്ന് പറഞ്ഞ അളിയാന്നാ കേൾപ്പിക്കുന്നത്. ഇവിടെ ഏതായാലും നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേൾപ്പിക്കും പോലെ എല്ലാവരും കേൾക്കട്ടെ. ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ സപ്താഹം നടക്കുമ്പോഴും അതുപോലെ പിന്നെ ഈ ലക്ഷാർച്ചനയൊക്കെ നടക്കുമ്പോഴും ഉത്സവത്തിലും ഒക്കെ എല്ലാ പോസ്റ്റേലും കൊണ്ട് വെച്ചിട്ടുണ്ടല്ലേ? സംശയമുണ്ട് നോക്കാം. ഇല്ലേ? നിങ്ങൾ കേരളത്തിലല്ലായിരിക്കും. കേരളത്തിലല്ലേ? ഇത് കേരളമല്ലേ? തലേ തുണിയിട്. അപ്പൊ ശ്രദ്ധിച്ചേ, ഹൈന്ദവ സ്നേഹിതന്മാരെല്ലായിടത്തും വെക്കും. എല്ലാരും കേൾക്കണം. നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. അപ്പൊ എന്ത് ചെയ്താ പുറത്തോട്ട് കേൾപ്പിക്കുകയല്ല. പിന്നെ എന്തിനാ യോഗം നടത്തുന്നത്? എടാ, യോഗം നടത്തുന്നത് എല്ലാവരും കേൾക്കാനാ. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളാ. അല്ലാതെ അവന്റെ പടലി എടുത്തോണ്ട് വാടാ ഞാൻ നിന്നെ പ്രസാദിച്ചെന്നും പറഞ്ഞ് കൊടുവാളുമായിട്ട് നിൽക്കുകയല്ല. ഇവിടെ പറയുന്നത് തമ്മിത്തല്ലുണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, സ്നേഹിക്കണം, ദൈവ അച്ഛനും എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? അവിടെ നിന്ന് ഏതാണ്ട് നിങ്ങൾ രണ്ടും അവിടെ ഇരിക്കേ, സ്തോത്രം, അവിടെ ഇരിക്കുക അച്ഛാ. കസാരയിൽ നിന്ന് കേട്ടോ, ഇത് കേൾപ്പിക്കണം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് UPFന്റെ ചുമതലപ്പെട്ടവരോട് പറയുക, എല്ലാ പോസ്റ്റേലും വെക്കുന്ന നല്ലതാ. മിക്കവാറും അല്ല, അവര് മറ്റുള്ളവർ ചെയ്യുന്നല്ലോ, നമ്മളും അതുപോലെ തന്നെ. ഇത് ആർക്കും സ്പർദ്ധയുണ്ടാക്കാനല്ല, നല്ല കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്തുവാ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, നാട്ടുകാരെ സ്നേഹിക്കണം, ഈ കന്നത്തടിച്ച ഇവിടെ കാണിച്ചു കൊടുക്കണം, ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടക്കണം, ഉടുപ്പ് ചോദിക്കുന്നതിന് പുറപ്പ് കൊടുക്കണം. ഇതൊക്കെയാ ഇവിടെ പറയുന്നത്. ശത്രുവിനെ സ്നേഹിക്കണം, വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാൻ. ഇതൊക്കെയായി പറയും. ഇത് കേൾപ്പിക്കണ്ടായോ? അതുകൊണ്ട് യോഗം നടത്തുന്നവരോട് ഞാൻ പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും ഇത് കേൾക്കണം. അതന്നെ, ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന കാര്യമല്ല, അവന്റെ പെടലി വെട്ടിക്കൊണ്ട് വരുന്ന കാര്യമല്ല ഈ പറയുന്നത്. ജാതിയെ അവൻ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സകല ആൾക്കാരും ഇത് കേൾക്കണം. കൂടുവിൻ, സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാനോടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, ഒത്തല്ലാരിൽ നിന്നിടുവിൻ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങും, തല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് വെகு സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷമായി ഇവിടെ മുടങ്ങുന്നത്. ആ സുവിശേഷത്തെ പറ്റി യോഹന്നാൻ എഴുതിയതിന്റെ ഉദ്ദേശം എന്നാ? 20:30 ദൈവദാസനെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ച്. എന്തിനാ സുവിശേഷം എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 20:30 ഒന്നുകൂടെ വായിച്ചോ. പെട്ടെന്ന് വായിര്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണെ ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. സകല ആൾക്കാരും വിശ്വസിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ഇതെല്ലാവരും വിശ്വസിക്കണം. മാത്രമാണോ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. ഈ സഹോദരി ഇങ്ങോട്ട് വന്നിരിക്കും. മൈക്ക് തരാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് മൈക്ക് അല്ലേ, ഒരു മൈക്ക് ഇങ്ങോട്ട് വാ. ഇവിടെ പെട്ടെന്ന് വരികയല്ലേ, പിന്നെ അവിടെ ഇരുന്നോട്ട് വാ. ഇങ്ങോട്ട് വാ. വാക്യം വായിക്കാനല്ല, വെടലിക്ക് പിടിക്കാനല്ല. ഇങ്ങോട്ട് വാ. മോള് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്കും മോനെ ഇന്നത്തേക്ക്. അല്ലെ മോള് വായിക്കുമോ? എന്നാ ഈ പുറകോട്ട് പോകും. ഇനി പെട്ടെന്ന് വാ, സമയം പോകുന്നു. ഒരു മൈക്ക് ഇങ്ങോട്ട് കൊടുത്തു.
ചടികെടാൻ അവർ ഇച്ചിരി താമസം കൊണ്ട് വായിക്കുക, എന്നാലും നന്നായിട്ട് വായിക്കുന്നുണ്ട്. നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ചടികെടാന്ന് വായിക്കണം. മൈക്ക് പിടിച്ചു കൊടുക്കണം, ചുമ്മാ ഇരിക്കല്ലോ, പിടിച്ചു കൊടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാണ് സുവിശേഷം? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ൽ അവൻ എഴുതിയിരിക്കുക. ഒന്നുകൂടെ വായിച്ച് എഴുതിയിരിക്കുന്നത് എന്തിനാ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് ചെയ്തു. അടുത്തത് എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. സകല ആൾക്കാരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അടുത്ത വാക്യം വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതിനായി ഇത് എഴുതിയിരിക്കുന്നത്. ഒരു പണിയില്ലാതെ എന്നാ കുറെ എഴുതാനും പറഞ്ഞ് 21-ാം അധ്യായം എഴുതിയതല്ല. എന്നാ കോവിഡ് വെളിയിൽ ഇറങ്ങാനൊക്കെ എന്നാ ചുമ്മാ ഇരിക്കേണ്ട കുറെ അങ്ങ് അതിനെഴുതിയതല്ല. എന്നാ യേശു ക്രിസ്തു വിട്ടേച്ചു പോയി, സ്വർഗത്തിൽ പോയി, എന്നാ ഇനി എന്തേലും ഒന്ന് എഴുതി വെച്ചേക്കാം, അങ്ങനെ എഴുതിയതല്ല. ഇത് എഴുതിയതിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി യോഗം നടത്തുന്നതിന് ഉദ്ദേശമുണ്ട്. പ്രിയ തങ്കച്ചായനും UPFകാരും യോഗം നടത്താൻ ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? സകല ആൾക്കാരും ഇത് കേൾക്കണം, സകല ആൾക്കാരും ഇത് അറിയണം, സകല ആൾക്കാരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ സുവിശേഷം എഴുതാൻ കാരണം ഇതാ. ഇനി ലേഖനം എഴുതാൻ കാര്യം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് എന്തിനാ ലേഖനം എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവെടുത്ത് വായിച്ച് ഈ ലേഖനം എന്തിനാ എഴുതിയിരിക്കുന്നത്? ഇവിടെ വായിരും. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. ലേഖനമല്ല എഴുതിയതിന്റെ ഉദ്ദേശം കണ്ടോ? എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇതിന് പരിഹാരമുണ്ടോ? ഒരുത്തൻ പാപം ചെയ്താലോ, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ അടുക്കലുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ അറിയണം. അതിനാ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് എന്തിനാ? 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ച്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ഇതെല്ലാം മൊത്തം ചുളുങ്ങിയിരിക്കാന്നല്ലോ, നന്നായിട്ട് വായിക്കുന്നുണ്ടെന്ന് തോന്നല്ലയോ? പാസ്റ്ററുടെ ഭാര്യ വല്ലോ ആണോ? പിന്നെ ഏത് സഭയിലാ കൂടുന്നത്? കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. എല്ലാം അടയാളപ്പെടുത്തിയൊക്കെ ഇട്ടുണ്ട്. നന്നായിട്ട് വേറെ പുസ്തകം വായിക്കും. അത് വായന കേൾക്കുമ്പോൾ അറിയാം. വായിച്ചോ 4-ാം വാക്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ഇരിക്കുന്നവനും. അപ്പൊ ഇത് സഭകൾക്ക് എഴുതിയതാ വെളിപ്പാട് പുസ്തകം. അപ്പൊ തന്നെ ഇതെല്ലാവർക്കും ആവശ്യമാണ്. ഇന്ന് രാത്രി ഓടിച്ചു മുമ്പോട്ട് പോകാൻ എഴുത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വന്നതിന് ഉദ്ദേശമുണ്ട്. ഈ യോഗം നടത്തുന്നതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നതിന്റെ മുമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. നിങ്ങൾ ഇവിടുന്ന് ആരാധിക്കുന്നതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. ഈ സംഗീത ശുശ്രൂഷ ചെയ്യുന്നതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. അത് നല്ല ഉദ്ദേശത്തോടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്താലും അതിന് ദൈവം കൂടെ തുണ നിൽക്കും. യോഹന്നാൻ എഴുതിയതിന്റെ ഉദ്ദേശം അതാ. ആട്ടെ, നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണം. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്ത് ഇന്ന് രാത്രി നമ്മൾ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമുണ്ട്. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. ആട്ടെ, ഈ 2 പുസ്തകവും തമ്മിൽ വളരെ ബന്ധങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിൻ്റെ ആരംഭവും നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ ആരംഭിച്ചതിൻ്റെ പലതിൻ്റെ അവസാനവുമാണ്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഉൽപ്പത്തിയിലാണ് ശാപമുണ്ടായത്. വെളിപ്പാടിൽ പറയുക ഇനി ശാപം ഉണ്ടാകത്തില്ല. ഉൽപ്പത്തിയിൽ മരണം പ്രവേശിച്ചു. വെളിപ്പാട് പറയുക ഇനി മരണം ഉണ്ടാകത്തില്ല. ഉൽപ്പത്തിയിൽ ജീവവൃക്ഷത്തിന്റെ കനി തിന്നാൻ ഒത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക ജയിക്കുന്നവന് ഞാനത് കൊടുക്കും. അപ്പോൾ പലതിൻ്റെ അവസാനവും പലതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത, ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ ഒരു കാര്യം ചിലർക്ക് ബോധ്യപ്പെടും. രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയതുപോലെ തോന്നും. അത്രയ്ക്ക് യോജിച്ചായി പുസ്തകം ഇരിക്കുന്നത്. കാരണം രണ്ടുപേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓർപ്പിച്ചല്ലോ, വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന് വിശേഷമായ ഒരു പദം, ഇതൊക്കെ ദൈവദാസന്മാർക്ക് മനപാഠമാണെന്നറിയാം. ഇവർക്കെല്ലാം ഇത് തിട്ടമായി, ഇവർ നന്നായിട്ട് ഇത് പ്രസംഗിക്കുന്നതാ. പിന്നെ ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഇവരിയ്ക്കുന്നത്. അല്ലാതെ ഇവർ ബലപ്പെടാനൊന്നും ഇരിക്കുകയല്ലെന്ന് എനിക്ക് ഇരിപ്പ് കാണുമ്പോഴും അറിയാം. ഇവരിത് ഞാൻ തെറ്റിക്കുന്നുണ്ടോ, ഒക്കുന്നുണ്ടോ, പോയിന്റ് വല്ലതും പോകുന്നുണ്ടോ, എന്തിലേലും കയറി പിടിക്കാമോ എന്നൊക്കെ ഓർത്ത് പലരും ഇരിക്കുന്നത് എനിക്ക് ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ ഒക്കെ അറിയാം. പിന്നെ അറിയാൻ പാടില്ലാത്ത ആരേലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പം അറിയാവുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് തെറ്റാതെ പറയാൻ കൃപ, അതങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം, ഇത് ഏഴുകളുടെ പുസ്തകമാണ്. ഏഴെന്നൊരു പ്രയോഗം ഈ പുസ്തകത്തിൽ പല വിഷയത്തിലുണ്ട്. 7 നിലവിളക്കുകൾ, 7 സഭ, പിന്നെ 7 ദീപങ്ങൾ, 7 കണ്ണുകൾ, 7 ആത്മാക്കൾ, 7 ഇടികൾ, 7 മുദ്ര, 7 കാകളം, 7 ആത്മാക്കൾ, 7 മലകൾ, 7 തലകൾ, 7 മുടികൾ, 7 രാജമുടികൾ. ഇങ്ങനെ ഏഴുകളുടെ ഏതാണ്ട് 22ഓളം ഏഴുകളെ പറ്റി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന് ഏഴുകളുടെ പുസ്തകം എന്നൊരു പ്രയോഗമുണ്ട്. അതെ, ഈ 22 അധ്യായം, 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായം 7 സഭകൾക്കുള്ള ദൂത നമുക്കറിയാം. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. 5-ാം അധ്യായത്തിൽ ആമേൻ വീണ്ടെടുപ്പിന്റെ ഗാനത്തെ പറ്റി നമ്മൾ കാണുന്നു. 6-ാം അധ്യായത്തിൽ 7 മുദ്രയിൽ 6 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേരെ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ കാഹളം വീട്ടുകയും ആമേൻ സ്തോത്രം ക്രോധ കലശങ്ങളെ കാഹളങ്ങളെ പറ്റി നമ്മൾ കാണുന്നു. 7 കാഹളങ്ങൾ. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 2 സാക്ഷികളെ ദർശിക്കുന്നു. 12 സൂര്യധാരണിയായ സ്ത്രീയെ. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേരെ കാണുന്നു. 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളുകുന്നതിയുടെ തീരത്ത് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് 16 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. വെളിപ്പാട് 17 എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി, ആ മർമ്മം മഗതിയാം ബാബിലോൺ. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ യാന്ത്രപതനം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21 പുതിയ യെരൂശലേം സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നു. 22 ആമൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ ഓടിച്ചൊന്ന് അപഗ്രഥിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടി ആ തിരുവെടുത്ത് വായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് 2 പേർക്കും പ്രതിഫലമുണ്ട്. കാരണം 3-ാം വാക്യം വായിച്ചേ. 3 വായിര് 1-3 അല്ല, ഈ സഹോദരികൾക്ക് ഞാൻ ഇത് പിടിക്കാനാണോ ഇന്ന് വന്നത്? അപ്പം അതിനൊരു പ്രതിഫലമുണ്ട്. 3 വായിര് 1-3. പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ. അപ്പം ദൈവദാസിക്ക് പ്രതിഫലമുണ്ട്, ദൈവദാസനും പ്രതിഫലമുണ്ട്. ഞാൻ ഇവരെ കൊണ്ട് വായിപ്പിക്കുന്നതിന് ക്ഷമിക്കണേ, കുഴപ്പമില്ലല്ലോ. പിണക്കം ഉണ്ടോ? പിണക്കം ഉണ്ടേ 2 വാക്യം തരാം. ഇല്ല. അപ്പം ദൈവദാസി, അപ്പം ഇത് ഒന്നുകൂടെ വായിച്ചേ. 3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കണം. അപ്പൊ ഇത് കേൾപ്പിച്ചോണ്ടിരിക്കുക ഈ ദൈവദാസി. പിന്നെ കേൾക്കുന്നവരും എല്ലാരും കേട്ടോണ്ടിരിക്കുക. അപ്പൊ കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഇന്ന് രാത്രി എല്ലാവരും ഭാഗ്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് വായിച്ച് കേൾപ്പിക്കുമ്പം ഈ മൈക്ക് പിടിച്ചു കൊടുക്കുന്നതിനും പ്രതിഫലമുണ്ട്. സങ്കടമുണ്ടോ? തീരുന്നിടം വരെ ഇങ്ങനെ പിടിച്ചിരിക്കുമോ? ദൈവം എവിടാ വീട്? വാളകം, കൊട്ടാരക്കര വാളകം. ഏത് സഭയിലാ കൂടുന്നത്? ഉള്ളതാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ മകത്ത് കേട്ടിരിക്കുന്ന നിങ്ങളെയും ദൈവം ആമേൻ സ്തോത്രം അനുഗ്രഹിക്കും. ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അപ്പൊ വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് കേട്ടിരിക്കുന്നവരും ഇതിലെ നിയമം പ്രമാണിക്കുന്നവരും തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴു അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമിൽ. പരനോട് എതിർപ്പനമിൽ പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്.
നേടണമെന്നിൽ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ബോവസ് രൂത്തിനോട് പറഞ്ഞതുപോലെ ഭാഗ്യവശാലാ വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്നവരും കേൾക്കുന്നവരെല്ലാം ഭാഗ്യം ശ്രദ്ധിച്ചവരാ. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിന്റെ വിശേഷത ഇത് ഏഴുകളുടെ പുസ്തകമാണ്. തന്നെയല്ല, ഞാൻ ഓർപ്പിച്ചല്ലോ, ആദ്യത്തെ 1-ാമത്തെ അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, അതായത് ഇതിലെ പ്രധാന വിഷയം യേശു ക്രിസ്തു, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു 1-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കണം. തിരിഞ്ഞപ്പോൾ, 1:13 മുതൽ തിരിഞ്ഞപ്പോൾ, അത് 2 വായിച്ചത്, 1 ഇവിടെ വായിച്ചത്. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്കൊത്തതും കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞിമോ. ഓടിച്ചു പോകാം. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി. 9-10 വാക്യം. എങ്ങനെ പത്മോസിൽ പോയി? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും, ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു നാടുകടത്തപ്പെട്ടത്. 2 കാരണത്താൽ നാടുകടത്തപ്പെട്ടു. അടിപിടി ഉണ്ടാക്കിയതോ, കത്തിക്കൊത്തുണ്ടാക്കിയതോ, നാട്ടുകാരുമായിട്ട് കൊമ്പ് കൊടുത്തോ, അതിര് തർക്കമോ, അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ പഴക്കുണ്ടാക്കിയോ, അമ്മ ചിട്ടി നടത്തി തട്ടിപ്പോയതോ, അല്ലെങ്കിൽ മുങ്ങിയതോ, പാസ്പോർട്ട് ഓഫീസൊക്കെ ഏതായാലും പാസ്പോർട്ട് അല്ലല്ലോ, എന്തുവാ ഇവിടെ മേടിക്കുന്നത്, ട്രാവൽ ഏജൻസി. ആൾക്കാരെ കുവൈറ്റിലും കാനഡയിലും അവിടെയും കുന്നത്തിനകത്തെല്ലാം വിടാന്ന് പറഞ്ഞ നാട്ടുകാരുടെ കാശെല്ലാം കൂടെ മേടിച്ച് അടിച്ചു മാറ്റി വെച്ച് മുങ്ങിയ നല്ല യോഗം. അങ്ങനെ മുങ്ങിയ പല ആൾക്കാർ ഇപ്പോൾ ശുശ്രൂഷകരായിട്ട് വരുന്നു. എത്ര കുഞ്ഞുട്ടിച്ചാൻ അറിയത്തില്ലയോ ചിലരെ? എത്ര ആധാരം പണയം വെച്ചാ കാശ് കൊടുത്തു, പലിശയ്ക്ക് കാശെടുത്ത് കൊടുത്തു. അതെല്ലാം കൂടെ അടിച്ചു മാറ്റി മേടിച്ച ചിപ്പന്മാരെല്ലാം കൂടെ മുങ്ങിയ ചിപ്പം വിടുതലിന്റെ ശുശ്രൂഷ. എടാ, സക്കായി മാനസാന്തരപ്പെട്ടപ്പം പറഞ്ഞത് ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പട്ടാടി ക്രൂസൈഡ് നടത്താന്നല്ല പറഞ്ഞേ. പിന്നെ എന്തുവാ പറഞ്ഞേ? ആരോടെങ്കിലും ചതിവായിട്ട് അതിന് മാന്തുകയോ സഹോദരങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയോ വേണ്ടത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ പട്ടാടി ക്രൂസൈഡ് ആണ്ടോടാണ്ട് നടത്താന്നല്ല സക്കായി പറഞ്ഞത്. അനാമാനസാന്തരം ഇടപാടുകളെല്ലാം പരിഹരിക്കണം. യോഹന്നാൻ അങ്ങനൊന്നും മുങ്ങിയതല്ല.
രണ്ട് കാരണത്താൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. ഒന്ന് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം, രണ്ട് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ശരിക്കും വചനം പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളാരും പറയുന്നില്ല. നമ്മളെല്ലാം ഒരു പരുവത്തിന് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ളിടത്ത് നടത്തിപ്പുകാർ പറയും, പാസ്റ്റർ ഇവിടെ നിർമ്മല സുവിശേഷം പറഞ്ഞാൽ മതി. പിന്നെ ചിലർ എനിക്ക് നേരത്തെ ഫോൺ ചെയ്ത് പറയും, പിന്നെ ഇവിടെ ഇന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആരുടെയും ഫോൺ എടുക്കാറില്ല. സമയത്ത് അങ്ങ് ചെല്ലുമ്പോഴേ ഇങ്ങനെ യോഗം നടക്കാൻ ഞാനും അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും. പിന്നെ ഒന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. ഗുണമുണ്ട്, ദോഷമുണ്ട്. നമ്മളാരും ശരിക്ക് തിരുവചനം പറയുന്നില്ല, ആരും പറയുന്നില്ല. ശരിക്ക് തിരുവചനം പറഞ്ഞാൽ പ്രശ്നമാ. അതെ, അപ്പോസ്തലപ്രവൃത്തി മുഴുവൻ നിങ്ങൾ പഠിച്ചേ, എല്ലായിടത്തും പ്രശ്നമാ. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടെന്നോർത്ത് പറയാതിരുന്നോ? പ്രശ്നങ്ങൾ കൂടുമ്പോൾ പറയുമ്പോൾ പിന്നെയും പറയും. പക്ഷേ ആ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നൂറുകണക്കിന് ആൾക്കാരാ രക്ഷിക്കപ്പെടുന്നത്. എന്താ ഇപ്പോൾ ആൾക്കാർ രക്ഷിക്കപ്പെടാത്തത്? ഒരു പ്രശ്നവും ഇല്ല. ഉള്ള പ്രശ്നവും മാറാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മുടിരാത്രി പ്രാർത്ഥന, ചെയിൻ പ്രയർ, പിന്നെ 1 മണിക്കൂർ വേറിട്ടുള്ള പ്രാർത്ഥന. പ്രശ്നം ഉള്ളത് നല്ലതാണ്. അവിടെ നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നെ വരാം, വിവരിക്കുന്നില്ല. അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തലനാകുന്ന ഈ യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് രണ്ട് കാരണത്താൽ. അങ്ങനെ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടു. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തുണർന്നൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അതാണ് 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കോടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യേശുക്രിസ്തുവിനെ കാണുക. ഞാനൊരു കാര്യം ഇടയ്ക്ക് കയറി പറയാം. മുൻപ് യോഹന്നാൻ കണ്ടതുപോലല്ല ഇപ്പോൾ യേശുവിനെ കാണുന്നത്. യോഹന്നാൻ പണ്ട് യേശുവിനെ പല സന്ദർഭത്തിൽ കണ്ടു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യം കണ്ടത് ഈ ഗലീല കടപ്പുറത്ത് വെച്ച്. മർക്കോസ് 1:16 വായിച്ചേ അമ്മേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ, യേശുക്രിസ്തു ഗലീല കടപ്പുറത്തൂടെ നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് രണ്ടുപേര് വീശുന്നു. അപ്പോൾ അവരെ കണ്ടു. അടുത്തത് അവര് മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അടുത്തത് ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവരുടെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. അവർ രണ്ടുപേരും വല നന്നാക്കുന്നതിൽ ഒരാൾ യോഹന്നാനാ, ഒന്ന് അദ്ദേഹത്തിന്റെ ബ്രദർ യാക്കോബ്. യേശുവിനെ കണ്ടു. ഇത് ആദ്യം കാണുന്നത് വേദപുസ്തകത്തിലെ ചരിത്രമാണ്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ വെളിച്ചത്തിലായി പറയാനേ കണ്ടു. പക്ഷെ ഈ കാഴ്ചയല്ല വെളിപ്പാട് 1 കാണുന്നത്. ഗലീല കടപ്പുറത്തൂടെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഇവര് വല നന്നാക്കുമ്പോൾ അടുത്ത് വന്നു, അനുഗമിക്കാൻ പറഞ്ഞു. വലയും പടകും കൂലിക്കാരെ ഇട്ടേച്ച് യേശുവിന്റെ പുറകെ പോയി. അന്ന് കണ്ട യേശു അല്ല വെളിപ്പാട് 1 കാണുന്നത്. ദൈവത്തിന് മഹത്വം. പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കാണുന്നത് ശരിക്കും എഴുതിയിട്ടില്ലെങ്കിലും, തെളിവായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ചരിത്രം പഠിച്ചാൽ തന്റെ കല്യാണ ദിവസമാണ്. യോഹന്നാന്റെ ആണ്ടിലെ അത് യോഹന്നാന്റെ കല്യാണമാണ്. കാനാവിൽ ഒരു കല്യാണം ഉണ്ടായെന്ന് എഴുതിയിട്ടില്ലേ? അത് യോഹന്നാൻ അപ്പോസ്തലന്റെ കല്യാണമാണ്. പച്ചവെള്ളത്തെ കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാദേവ ത്രിലോകനാഥ, ദേവാദേവ ത്രിലോകനാഥ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്
ഗലീല കടൽ തീരത്ത് വെച്ച് യേശുവിനെ കണ്ടു. ആ കണ്ട കാഴ്ചകളിലെ വെളിപ്പാട് 1 കാണുന്നത്. 2 കാനാവിലെ കല്യാണ വീട്ടിൽ തന്റെ കല്യാണത്തിന് യേശുവിനെ കണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ കാഴ്ചകളിലെ വെളിപ്പാട് 1 കാണുന്നത്. പിന്നെ കണ്ടത് എല്ലാം എടുക്കാൻ നേരമില്ല, ദൈവത്തിന്റെ മഹത്വം മറുരൂപമലയിൽ വെച്ചൊന്ന് കണ്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനെ മലക്ക് വെളുപ്പിക്കാൻ വഹിയാത്ത വിധത്തിൽ അവിടുത്തെ വസ്ത്രം വെണ്മയായി. അങ്ങനൊരു കാഴ്ച കണ്ടു. പിന്നെ ഒന്നുകൂടെ തെളിച്ചങ്ങ് പറഞ്ഞാൽ ഈ ബഥാനിയിലെ മറിയയുടെ വീട്ടിൽ വെച്ചൊന്ന് കണ്ടു, മാറോട് ചേർന്നിരുന്നപ്പം. ആ കാഴ്ചയല്ലേ വെളിപ്പാടൊന്ന് കാണുന്നത്. പിന്നെ കണ്ടത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടു. രക്തം ധാരധാരിയായി തുടങ്ങി, മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമില്ല പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ടി, കന്നത്തടിയേറ്റ്, കാർക്കിച്ച്, തുപ്പലേറ്റ്, യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് കണ്ടു. ആ കാഴ്ചയല്ല വെളിപ്പാടൊന്നിൽ. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും കണ്ടു. 2 പേര് എമ്മൗസിലേക്ക് പോയി. ഒരുത്തന്റെ പേര് ക്ലയോപ്പാവെന്ന. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. ആ കാഴ്ചയല്ല വെളിപ്പാട്. ഇതിനെല്ലാം വ്യത്യസ്തമാ വെളിപ്പാട് 1 കാണുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഈ വെളിപ്പാട് 1 കാണുന്നത് ന്യായം വിധിക്കാൻ വരുന്നവനാണ്. മുമ്പ് കണ്ടതെല്ലാം രക്ഷിക്കുന്ന യേശു, അത്ഭുതം ചെയ്യുന്ന യേശു, സഹായിക്കുന്ന യേശു, മാറോട് ചേർന്നിരുന്ന് സ്വന്തം ആശ്വാസം തരുന്ന യേശു, പാപികൾക്ക് വേണ്ടി മരിച്ച യേശു, രക്തം ചിന്തിയ യേശു, മരണത്തെ ജയിച്ച് ഉയർത്ത യേശു. ഈ യേശുവിനെയാണ് മുൻപെല്ലാം യോഹന്നാൻ കണ്ടത്. എന്നാൽ ഇതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് ആ വെളിപ്പാട് 1 കാണുന്നത്. ഈ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ സകലരെയും ന്യായം വിധിക്കുവാൻ, സകലത്തെയും ന്യായം വിധിക്കുവാൻ, ഈ ഭൂമിയിൽ ഭരിപ്പാൻ സ്വത്രം വരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ആ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. ഞാനധികം വിവരിക്കുന്നില്ല. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കണ്ടു. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ് മുതല് ലവോദിക്കിയ വരെയുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് 2-3 അധ്യായങ്ങളിൽ. അതിൽ നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് പെർഗമോസ് സഭയ്ക്ക് പറയുന്ന ദൂത. ഏതാ? 3-ാമത്തെ സഭയല്ലയോ? ദൈവദാസി. ആ സഭയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പട്ടാടി സഭയോടെ താല്പര്യമുള്ളല്ലയോ? അപ്പോൾ 3-ാമത്തെ സഭ ഓർഡർ പ്രകാരം കൊടുത്തിരിക്കുന്ന പെർഗമോസ് സഭയുടെ പറയുന്ന ദൂതാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ 7 സഭകൾക്കും കർത്താവ് ദൂത് അറിയിച്ചു. 7 സഭകളോടും ദൂത്. ഞാൻ പറയാറുണ്ട്, 7 സഭകളോടും ദൂത് അറിയിക്കുമ്പോൾ ഈ ദൂതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. ഒന്ന്, ദൂത് പറയുന്ന കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, ദൂത് പറയുന്ന സഭയ്ക്ക് ആ സഭയെ കർത്താവ് അഭിനന്ദിക്കാനുണ്ടെങ്കിൽ അഭിനന്ദിക്കും. 3, ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ സൂക്ഷ്മം ആക്ഷേപിക്കും. 4, അവരെ ഒന്ന് വിവേചിക്കും. 5, പ്രബോധനം പറയും. 6, മുന്നറിയിപ്പ് വാണിംഗ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയും. എല്ലാ സഭയെ പറ്റി നിങ്ങൾ പഠിച്ചേ ഈ ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സഭയെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ 7 സഭയോടും പറയുന്ന 2 കാര്യമുണ്ട്. അതെല്ലാ സഭയോടും ചില സഭകളോട് പറയുന്നില്ല. അഭിനന്ദനം എല്ലാ സഭയ്ക്കുമില്ല, ആക്ഷേപവും എല്ലാ സഭയ്ക്കുമില്ല. എന്നാൽ എല്ലാ സഭകളോടും പറയുന്ന 2 കാര്യമുണ്ട്. 1, ഞാൻ നിങ്ങളെ അറിയുന്നു. 7 സഭയോടും കർത്താവ് പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേര്. ഞാൻ നിങ്ങളെ അറിയുന്ന എല്ലാ സഭയോടും കർത്താവ് പറയുന്ന ഭാഗമാണ്. ഞാൻ നിങ്ങളെ, ദൈവദാസി ക്രമത്തിൽ ഒന്ന് വായിച്ചേ. 2-3 വായിച്ചു. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. അപ്പൊ അറിയുന്നു. ഇനി 9-ാം വാക്യം വായിച്ചേ. 2-9. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. ഇനി അതിന്റെ 13-ാം വാക്യം വായിച്ചേ. അവിടെ അറിയുന്ന നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും
ഏറിയതെന്നും അറിയുന്നു. അതും അറിയുന്നു. 3:1 വായിച്ചേ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 3:8 വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ അതും അറിയുന്നു. 14-ാം വാക്യം വായിച്ചേ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പൊ 7 സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ എല്ലാ സഭയോടും പറയുന്ന ഒരു പദമാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന സകലരെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. വെറുതെ വന്നതല്ല, വെറുതെ ഇവിടെ ഇരിക്കുകയല്ല. ചിലപ്പം പല നിലകളിലായിരിക്കും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉഴപ്പിയിരിക്കുന്നവരുണ്ട്, വല്ല ജാതി ഇത് തീർന്നാ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ ഉണ്ട്. ഇയാൾ എന്തിനാ തുടക്കത്തിലെ ഈ ആരോഗ്യം ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചിരിക്കുന്നവര് ഉണ്ട്. ഇനി മേലിൽ ഇയാളെ യോഗത്തിന് വിളിക്കുകയല്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാര് ഉണ്ട്. ഇനി പട്ടാഴിയാകട്ടെ പത്തനാപുരത്താകട്ടെ ഇയാളെ അടിച്ചതിനകത്ത് കയറ്റുകയല്ലെന്ന് ചിന്തിക്കുന്നവരും ഇരിപ്പ് കാണുമ്പോ അറിയാം. പിന്നെ വെളിയിലോട്ട് ഒന്ന് കാണുന്നുണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്നവരും ഉണ്ട്. ഒക്കുകയല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാടെ വണ്ടിക്ക് അള്ളു വെച്ചേക്കാൻ പറയുന്നവരും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായി പറയാൻ ഉണ്ട്. 9 കാലം എന്നാ പറയുന്നത്. ഇവിടെ ലക്ഷണം കണ്ടിട്ട് 11 കാലായാലും നിർത്തുകയില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതിനകത്ത് ഉറങ്ങുന്നവർ, ഞാൻ കണ്ടുറങ്ങുന്നവരെ അവരുണ്ട്. അത് എതിർക്കുന്നില്ല. കാരണം നല്ല അന്തരീക്ഷത്തിൽ ഉറങ്ങുക എന്നുള്ളത് വലിയ ദൈവകൃപയാ. അതെല്ലാവർക്കും ഒന്നും ഇത്രയും പാട്ടും മേളവും നടക്കുമ്പോൾ ഇതിനകത്ത് സുഖമായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ എന്തുവാ, അതുപോലെ സുഹൃതം ചെയ്തവർക്ക് അങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. ഇന്ന് രാത്രി ഇവിടെ പല നിലയിൽ ചിന്തിച്ചിരിക്കുന്നവരാ. പക്ഷെ രോഗികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, നിരാശയുള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്, കടഭാരത്താൽ വലയുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്, കുടുംബ പ്രശ്നമുള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ സ്വത്രം. വളരെ ബുദ്ധിമുട്ടി കൂടി പോകുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നാളെ എങ്ങനെ ജീവിക്കും, എങ്ങനെ കാര്യങ്ങൾ പരിഹരിക്കും എന്ന് ചിന്തിച്ച് മനോഭാരത്തോടിരിക്കുന്നവരുണ്ട്. വളരെ പ്രതികൂലങ്ങളിൽ കൂടി ജീവിക്കുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സകലരെയും കർത്താവ് അറിയുന്നുണ്ട്. ഇന്ന് രാത്രി വന്നിരിക്കുന്ന ദൈവമൈതലേ, നിന്നെ ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. നിന്റെ രോഗപീഠയെ പറ്റി കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ കുടുംബത്തിലെ പ്രശ്നം നന്നായിട്ട് അറിയുന്നുണ്ട്. നിന്റെ തലമുറയുടെ പ്രശ്നം നന്നായിട്ട് അറിയുന്നുണ്ട്. ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയം നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ലപോലെ എറിയുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സദൃശമുള്ള പാലമുള്ളവനായി 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിച്ച് പൊന്നല വിളക്കിട്ട് നടുവിൽ നിലയങ്കി ധരിച്ചു നരകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നിന്നെ അറിയുന്നുണ്ട്. നിന്റെ മനോവേദന അറിയുന്നുണ്ട്, നിന്റെ ഹൃദയവേദന അറിയുന്നുണ്ട്. ഇന്ന് രാത്രി അവിടെ നിന്ന് രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവമാ. ഈ രാത്രി നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി നിന്നെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നിന്നെ നല്ലതുവണ്ണം അറിയുന്നൊരു ദൈവം, ഹൃദയത്തിന്റെ ഞരക്കം അറിയുന്ന ദൈവം, ഹൃദയത്തിന്റെ മനോദുഃഖം അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ആ ദൈവം നിന്നെ മറന്നു കളയത്തില്ല. ഈ ടെറസിന്റെ മുകളിലിരിക്കുന്ന ദൈവമൈതലേ, ആമേൻ, ഈ തിന്നാലിരിക്കുന്നവര്, റോഡിൽ നിൽക്കുന്നവര്, അയലത്തെ ഭവനത്തിലുള്ളവര്, നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നന്നായിട്ട് അറിയുന്നൊരു ദൈവം. ആ ദൈവം ഇന്ന് രാത്രി പറയാ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം തരിക. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളോട് പറയുന്ന ഒരു പ്രധാന സന്ദേശമാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. മാത്രമല്ല 7 സഭയോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കണം. ഈ 2 കാര്യം എല്ലാ സഭയോടും പറയുന്നുണ്ട്. ഒന്ന്, അറിയണം, നിങ്ങളെ അറിയുന്നുണ്ട്. 2, ജയിക്കണം. വായിച്ചേ 1:7. ആമേൻ, ഇതാവൻ മേഘാരൂഢനായി വരുന്നു. 2:7, സോറി, 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ ജയിക്കുന്നവന് എഫെസോസ് സഭയോട് പറയാ, ജയിക്കുന്ന സ്മുർന സഭയോട് 11. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്തെ ദോഷം. ജയിക്കുന്നവൻ ഇനി പെർഗമോസ് സഭയോട് പറയാ 17.
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ജയിക്കുന്നവന് തുയതരിയ സഭയോട് പറയുന്നത് 26 ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തി ജയിക്കുകയും. ഇനി സർദീസിലെ സഭയോട് പറയുക 5-ാം വാക്യം ജയിക്കുന്ന കാര്യം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ജയിക്കുന്നവൻ. ഇനി ഫിലഡൽഫിയ സഭയോട് പറയുക 12-ാം വാക്യം 12. ജയിക്കുന്നവന് അവിടെ ജയിക്കുന്ന കാര്യമാണ്. ഇനി ലവോദിക്ക സഭയുടെ 7-ാമത്തെ സഭ 21-ാം വാക്യം ജയിക്കുന്നവന്. അപ്പോൾ 7 സഭകളോടും പറയുന്ന 2 കാര്യം. മറ്റു കാര്യങ്ങളെല്ലാം 7 സഭകളോടും പറയുന്നില്ല. അഭിനന്ദനം 7 സഭയ്ക്കുമില്ല, ആക്ഷേപോ 7 സഭയ്ക്കുമില്ല. എന്നാൽ 7 സഭയോടും പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളെ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. 2, 7 സഭയോടും പറയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ജയിക്കണം. ഇന്ന് രാത്രി അത് പറയാൻ എന്താ കാരണം? ഈ മാർഗം ജയിച്ച മാർഗമാണ്. ഇവിടെ വന്ന സകല മാർഗങ്ങളും തോറ്റു തുന്നം പാടിയപ്പോൾ ജയിച്ച മാർഗം ഒന്നേ ഉള്ളൂ. അത് നസ്രായന്റെ മാർഗമാണ്. എല്ലാത്തിനെയും ജയിച്ച് ഒടുവിൽ മരണത്തെയും ജയിച്ചവനാണ്. അതുകൊണ്ടാണ് തന്റെ ജനത്തോട് പറയുന്നത് ജയിക്കണം. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ഒക്കെ ജയിച്ച് ജയജീവിതം നയിക്കണം. ഇന്ന് രാത്രി കൂടപ്പെട്ടവരോട് അതാ പറയുന്നത് ജയിക്കണം. അതെന്നാ കാര്യം? നാം സേവിക്കുന്ന കർത്താവ് ജയിച്ചവനാ. 21-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവരാശി. 21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്ത പദം ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനം. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത് ജയിക്കണമെന്ന്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ജയിച്ചവനാണ്. അതുകൊണ്ട് ദൈവമക്കളും ജയിക്കണം. എനിക്ക് പാടാൻ ഉള്ള കൃപയും ട്യൂണും ഒന്നുമില്ല. എൻ്റെ ശബ്ദം കൊള്ളുകയല്ലെന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും പാടുകല്ല, അങ്ങ് പറയുക. TPM-കാർ പാടുന്ന ഒരു പാട്ടിൻ്റെ വരിയുണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ട് ക്ഷമിക്കണം. നിങ്ങൾ പറയും, ഞങ്ങളുടെ സിസ്റ്റർമാരും മദർമാരും ഇങ്ങനല്ല പാടുന്നത്. എങ്ങനെയും പാടട്ടെ. ഇപ്പം ഞാൻ പാടുന്ന അങ്ങോട്ട് എനിക്ക് വയ്യ. അപ്പം നിങ്ങൾ അറിയാവുന്നവർ പിന്നെ നന്നായിട്ട് പാടിക്കൂ. ആ പാട്ടിൻ്റെ വരി ഇതാ, അറിയാവുന്നവരങ്ങ് പാടിക്കൂ. ജയമെടുത്ത വീരരായി വിശുദ്ധരായി പ്രദസ്തരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി പ്രദസ്തരായി, കൃപയിലെന്നും ആശ്രയിച്ച് പരമിനായൊരുങ്ങുക, കൃപയിലെന്നും കർത്തനെ ശുചീകരണം വന്നിടും, കാന്തയും ഒരുങ്ങിടും ഇതാ, കർത്തനെ ശുചീകരണം വന്നിടും, കാന്തയും ഒരുങ്ങിടും ഇതാ, ഒടിയുയർത്തു വിജയത്തിൽ ഉന്നതന്റെ പർവ്വതത്തിൽ ഓശിഞ്ഞു വിജയത്തിൽ ഗീത പാടും, രാജാവു ജേത നിന്നിലില്ലയോ നിന്റെ ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്ന് നീങ്ങണം, ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്ന് നീങ്ങണം, അന്ധകാര ശക്തിയോ എതിർത്ത് ജയിക്കണം, അന്തരംഗമാത്മശക്തിയ വിശുദ്ധമാക്കണം, അന്ത്യകാലം വന്നത് അന്ത്യദൂതു നേരമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, സകല സഭകളോടും പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശമാ സഭകളെല്ലാം ജയിക്കണം. അതെന്നാ കാരണം? ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് ജയിച്ചവനാണ്. അതായിരിക്കുന്ന ഞാനും ജയിച്ചെന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിച്ച കർത്താവ് ചെന്നിരുന്നത് എന്തിനാ ജയിച്ചു? സകലത്തെയും ജയിച്ചു, ഒടുവിൽ മരണത്തെയും ജയിച്ചു. ഈ ലോകത്തിൽ പല മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും മിടുമിടുക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. സകല എണ്ണോ മരണത്തിന് അടിയോറോ പറഞ്ഞ് തോറ്റു തുന്നം പാടി. ഇന്ത്യയുടെ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട മൺമറഞ്ഞ മഹാത്മജി മരണത്തെ ജയിച്ചില്ല, ഉയർത്തില്ല. സരോജിനി നായിഡു മരണത്തെ കീഴ്പ്പെട്ടു, ജയിച്ചില്ല. ഈ കേരളം ഭരിച്ച രാജാക്കന്മാര്, തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഭരിച്ചവര്, അങ്ങ് വടക്കൻ രാജ്യമൊക്കെ ഭരിച്ച വീര യോദ്ധാക്കളൊക്കെ ഉണ്ട്. കടത്തനാടൻകാര്
ഒറ്റയൊരെണ്ണം മരണത്തെ ജയിച്ചില്ല. ഉറുമയൊക്കെ ഇട്ട് കറക്കിയെന്നല്ലാതെ ഉണ്ണിയാർച്ച ഇല്ലേ മരണത്തെ ജയിച്ചില്ല. പണ്ട് വല്യമ്മച്ച് അറ്റുമ്മാണം മേലെ ഉണ്ണിയാർജ. നിങ്ങൾക്കറിയാം അല്ലയോ? ഓണം കഴിഞ്ഞുറക്കവുമായി അവനും അറിയാവോ? എങ്ങനെ പഠിച്ചു? സ്കൂളിലുണ്ടോ പഠിക്കാൻ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഉറക്കത്തിൽ സ്വപ്നാപം കണ്ടു പെണ്ണ് അല്ലേ അതില്ലായിരുന്നോ? ഉണ്ണിയാർച്ചയൊക്കെ വന്നതാ, പക്ഷേ മരണത്തിന് അടിയോടെ പറഞ്ഞ് ജയിച്ചില്ല. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ സകലയെണ്ണവും മരണത്തിന് അടിയോറ് പറഞ്ഞു. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു. ഇന്ന് രാത്രിയും അത് ജയിച്ച മാർഗമാണ്. അതുകൊണ്ട് എത്ര പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ടും ഇത് തകരാനും നശിക്കാനും നിൽക്കുന്നത് ഇത് ജയിച്ചവന്റെ മാർഗമാണ്. അതുകൊണ്ട് ആ കൂടപ്പെട്ടവരോട് പറഞ്ഞത് ജയിക്കണം, സകലയെണ്ണവും ജയിക്കണം. മാത്രമാണോ എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല, ജയിച്ചവരെല്ലാം കൂടെ അങ്ങ് ചെല്ലുന്നത്. ആ 15:2 വായിച്ചേ, വെളിപ്പാട് പുസ്തകം 15:2. അതോടെ പറഞ്ഞു വെച്ച് മടങ്ങി വരാൻ പെട്ടെന്ന്. ഇതെല്ലാം കീറിയിരിക്കുകയാണല്ലോ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും യോജിച്ചവർ. ഒന്നുകൂടെ വായിച്ചേ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് വീണകളും പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ജയിച്ചവരാ. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്ന ബഹുമാനീയ സഹോദരന്മാര് ഇതിന്റെ പേരെന്തുവാണ്? എന്തോ പാടാന്നേലും കൊള്ളാം, ജയിക്കണം. ഹാർമോണിയം നല്ല വാദ്യ ഉപകരണം, നല്ല നാദമാണ്, ജയിക്കണം. തബല ജയിക്കണം, കീബോർഡ് ജയിക്കണം. ജയിച്ചവരാ പാടുന്നത്. എന്റെ മാന്യ സഹോദരന്മാരോടും പറയാം, ഇത് ഞാൻ എപ്പോഴും പറയും, ഇതൊരു പ്രോഗ്രാം അല്ല, ഇതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കുമ്പോൾ പ്രോഗ്രാം ആണെന്നും പറയേണ്ട, ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇതൊരു ശുശ്രൂഷയാണ്. നിങ്ങളെല്ലാം ദൈവം അത് ആക്കിയിരിക്കും. ഓരോരുത്തർക്കും അതിൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതില്ലാത്തവർക്ക് ഇവിടെ വരാനും ഇരിക്കാനും ഒക്കത്തില്ല. ഏറ്റവും വലിയ കൃപയല്ലേ ഞങ്ങളെ കേട്ടിരിക്കുന്നത്. ഈ ചള്ളും പള്ളും എല്ലാം പറയുമ്പോൾ നിങ്ങൾ സ്വോത്രം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞങ്ങളെ ഉത്സാഹിപ്പിച്ച്, അതല്ലേ ഏറ്റവും വലിയ മഹാഭാഗ്യം. നിങ്ങളില്ലേ പിന്നെ ആരോട് പ്രസംഗിക്കാൻ? അപ്പൊ നിങ്ങൾ വന്ന് ഇരുന്ന് തരുന്നത് ഒരു വലിയ കൃപയാണ്. അതുകൊണ്ടല്ലയോ ഞങ്ങൾ 2 കാര്യം പറയുന്നത്. ഈ മൈക്ക് പ്രവർത്തിക്കുന്നത് അതൊരു കൃപയാ മോനെ, ഇതൊരു ശുശ്രൂഷയാ. അത് ഉഴപ്പരുത്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകരെ ഇത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കുന്നത് ഒരു ശുശ്രൂഷയാ. അത് നല്ല നിലയിൽ ചെയ്യുന്നവർക്ക് അതൊരു ശുശ്രൂഷയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. വാക്യം വായിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാ. മൈക്ക് പിടിച്ചു കൊടുക്കുന്നത് എന്നെയാണല്ലോ പിടിപ്പിച്ചെന്നോർത്ത് നിരാശപ്പെടരുത്, ഇതൊരു ശുശ്രൂഷയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ശുശ്രൂഷ വിശ്വസ്തയോടെ തികയ്ക്കണം. ദൈവത്തിന് മകത്ത് ഇതിനകത്ത് വന്ന ആരും ദൈവം തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് സകല ആൾക്കാരും ജയിക്കണം. ജയിച്ചവരവിടെ ചെന്ന് പാടുന്നത് ദൈവത്തിന് മകത്ത. അപ്പോൾ ഈ പുസ്തകത്തിൽ ഓരോ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ, 1 എല്ലാവരും കർത്താവ് അറിയുന്നുണ്ട്. 2 ആമൻ എല്ലാവരോടും പറയാ ആമൻ ജയിക്കണം. അത് ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ വായിച്ച ആ സഭയോട് ദൂത് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, എല്ലാ സഭയ്ക്കും കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ലവോദിക്ക ഈ പെർഗമോസ് സഭയ്ക്ക് പരിചയപ്പെടുത്തുക. 12-ാം വാക്യം 2:12 പെട്ടെന്ന് വായിച്ചു. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, കർത്താവ് തന്നെ സഭയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസഭേ പുരജമാനജമാർന്നിടും. പെർഗമോസഭേ പുരജമാനജമാർന്നിടും. പെർഗമോസഭേ നീ ശ്രമിക്കന്നൂടെ വചനം.
സഭേ മാർന്നിടും വർഗമോ സഭേ നീ ശ്രമിക്കന്നൂടെ വചനം. വചനം. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അടിസ്ഥാന പ്രമാണമുണ്ട്. 1 പരിചയപ്പെടുത്തും, 2 അഭിനന്ദനം, 3 ആക്ഷേപം, 4 വിവേചനം, 5 പ്രബോധനം, 6 മുന്നറിയിപ്പ്, 7 പ്രതിഫലം. ഇതെല്ലാം എല്ലാ സഭയോടും പറയുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകാൻ സമയം അനുവദിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പറയാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. എങ്ങനെ ഞാൻ ഇച്ചിരിയും കൂടെ പറയണോ അതോ ഇപ്പം നിർത്തണോ? നിങ്ങൾ പറ. ആ കുഴപ്പമില്ലല്ലോ. തങ്കച്ചായോ എന്ത്? തങ്കച്ചായ എന്ത്? തങ്കച്ചായ എന്ത് എന്നാ അച്ഛാ ഇച്ചിരി പറയട്ടെ. എന്ത് എവിടെ പോയി? ആ പറയണ്ടെന്നോ? അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഒന്നുകൂടെ വായിച്ചത് 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായുത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലയോ പെർഗമോസ് സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ, മൂർച്ചയേറിയ ഇരുവായുത്തല വാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്തദാസന്മാരൊക്കെ നന്നായിട്ട് ചരിത്രം അപഗ്രഥിച്ച് പഠിച്ച് പ്രസംഗിക്കുന്നവരാ. ഈ പെർഗമോസിലെ ഒരു രീതി, ഈ പട്ടണത്തിലെ ഒരു രീതി റോമൻ ഗവൺമെന്റിന്റെ ഭരണമാണ്. ഈ കാലത്ത് കൈസർ, സീസർ. അപ്പോൾ സീസറിനെ ആരാധിക്കണം, കൈസറിനെ നമിക്കണം, ആരാധിച്ചോണം. അത് ആരാധിക്കുന്നവന്റെ പെടലി വെട്ടും, കളച്ഛേദം, പെടലി വെട്ടും. ഇങ്ങനൊരു നിയമം ഇവിടെ കൊണ്ടുവന്നു. ആ നിയമം കർക്കശമായിട്ടിരിക്കുമ്പോഴാണ് ഈ സഭ ഇവിടെ ആരംഭിക്കുന്നത്. പല ആൾക്കാരും സീസറിനെ ആരാധിച്ചില്ല, അവരുടെ പെടലി വെട്ടി. ചിലര് ഭയപ്പെട്ട് സീസറിനെ നമിച്ചു. അന്തിപ്പാസൊക്കെ ധീരതയോടെ നിന്ന കൂട്ടത്തില. അപ്പോൾ ഈ പട്ടണത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എമ്പളം. അതിൽ ഒരു എമ്പളം, ഒരു കമ്പേലെ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു. 2 പാമ്പ്, ഒരു കമ്പേലെ പാമ്പ്, അതൊരു എമ്പളം എന്ന് പറഞ്ഞാൽ രോഗശാന്തിയുടെ ഏതൊരു ശുശ്രൂഷ നടത്തുന്ന സ്ഥലമാണ് അതിന്റെ എമ്പളം. ആ എമ്പളമായി ഇപ്പം അറിയാമല്ലോ, വണ്ടി പോകുമ്പോ അറിയാം. എമ്പളം അവിടെ ചെല്ലുമ്പോഴും അറിയാം അത് ഇവിടുന്ന് കിട്ടിയതാ. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് അറിവുള്ളവരാ. 2, ഈ പെർഗമോസിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് സീസറിന്റെ ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്ചു. അപ്പോൾ ഈ വാള് കാണിക്കുന്നത് സീസറിനെ ആരാധിച്ചില്ലെങ്കിൽ, വണങ്ങിയില്ലെങ്കിൽ പെടലി കണ്ടിക്കും. അപ്പൊ അങ്ങനെ ചിലര് ഭയപ്പെട്ട് നിൽക്കുക. ചിലര് സീസറിനെ ആരാധിച്ചു, ചിലര് വിശ്വാസത്തിന് വേണ്ടി നിന്നു. അപ്പൊ അങ്ങനെ ചഞ്ചലിച്ച് നിൽക്കുന്ന
ദൈവമക്കളോട് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ സീസറും എന്നെയും കൂടെ നോക്കിയാൽ സീസറിന്റെ കയ്യിലിരിക്കുന്ന വാളിന് ഒരു വശത്ത് മാത്രമേ ഉള്ളൂ മൂർച്ച. എന്റെ കയ്യിലിരിക്കുന്ന വാളിന് രണ്ട് വശവും മൂർച്ച കൊള്ളവനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് ഇരുവായ്ത്തല വാളുള്ളവനാ, രണ്ടു വശവും മൂർച്ചയേറിയ വാളുള്ളവനാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. എന്റെ ഭാഷ പറഞ്ഞ ആദ്യം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ചങ്കിനിട്ടാ വെട്ടുന്നത്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്. അപ്പൊ ഈ വാളിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ. ഇരുവായ്ത്തല വാളുള്ളവനായി ഇന്ന് രാത്രി നിന്നോട് ദൂത് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, സീസറിന്റെ വാള് കണ്ട്, സീസറിന്റെ നിയമം കണ്ട്, സീസറിന്റെ രാജ്യത്തിന്റെ നിയമങ്ങൾ കണ്ട് ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. ഇവിടെ ആര് വേണേലും ഭരിക്കട്ടെ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുക, ഭരിക്കട്ടെ. വാർഡിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയും ഒക്കെ ആൾക്ക് നിക്കട്ടെ ഭരിക്കട്ടെ. ഇഷ്ടപ്പെട്ട പാർട്ടിക്കും ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്തോ. അതുകൊണ്ട് വോട്ട് പിടിക്കാൻ, വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പറയാവൂ. മനസ്സിലായില്ല? വോട്ട് ചോദിക്കാനും പിടിക്കാനും ഒക്കെ വരുമ്പോഴേ പിന്നെ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷ നടക്കുമ്പോൾ ആർക്കും കൊടുക്കുകയും ചെയ്യരുത്, അതിന് മുമ്പ് കൊടുത്തോണം. നമുക്ക് ജനപ്രതിനിധികളൊക്കെ വേണം, എല്ലാവരും വേണം. ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആശീർവാദം പറഞ്ഞ്, ഈ ബന്ധുക്കോസുകാരോട് പറഞ്ഞാലൊന്നും വെളിവില്ല മിക്കതിന്. സ്തോത്രം. അപ്പൊ ഇവിടുത്തെ മാറ്റി വെച്ചാൽ സമയം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഭിന്നത്തിനോളം പറഞ്ഞു പോകാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ട വ്യക്തിക്കും ചെയ്യാം. ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, ആര് ജയിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇവിടെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ കേരളം ഭരിക്കുന്നത് LDF, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തുടർന്നുള്ള മന്ത്രിമാര്, പ്രതിപക്ഷ നേതാവ് VD അവർക്ക് വേണ്ടിയൊക്കെ നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇന്ത്യയുടെ ഭരണം നടത്തുന്ന ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർകള്, ക്യാബിനറ്റ് മന്ത്രിമാര്, ഓരോ ഗവർണർമാര്, മുഖ്യമന്ത്രിമാര്, രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കാനാണ്. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, വാർഡിന് വേണ്ടി, പഞ്ചായത്തിന് വേണ്ടി, മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി, കോർപ്പറേഷന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, സ്തോത്രം, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്നെ നിങ്ങളെ ദൈവം പരമേൽപ്പിച്ചത്. ഇഷ്ടപ്പെട്ട പാർട്ടി ഭരിക്കും, ആരിവിടെ ഭരിച്ചാലും ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഈ ലോകത്തിൽ ശരിയായ ഭരണം ഇനി നടത്തണമെങ്കിൽ യേശു ക്രിസ്തു ഭരിക്കണം. ആ ഭരണം മാത്രമേ ഉള്ളൂ ഇത് ശരിയാവൂ. പാടാൻ വയ്യ. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതൻ, പാമരൻ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതൻ, പാമരൻ, ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമിൽ ശാലമിൻ അനുഭവമാ. ഈ ലോകത്തെ പരിചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും. ഇസങ്ങളിൽ പാരിലില്ല ഈ ശനി പാരിടം പരിചിടുമ്പോ. അപ്പൊ ഇസങ്ങളൊന്നും ഇനി ഉണ്ടാകുകയല്ല. അല്ല, യേശു ഭരിക്കുമ്പോ നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം ഒരിസവും ഇല്ല. ഇപ്പൊ ഈസമൊക്കെ ഉണ്ട്. അന്ന് നാസിസം, ഫാസിസം, പാന്തിസം, എത്തിസം അങ്ങനെ പാട്ടുണ്ടായിരുന്നു. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, കമ്മ്യൂണിസവും ഇല്ല, ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ല ഇവിടെ. എന്നാ കുഞ്ഞുട്ടി യേശു ക്രിസ്തു ഇവിടെ ഭരിക്കും. ഇപ്പൊ നമ്മളിത് പറയും, ഇവന്മാര് വട്ടത്തരം പറയാണ്. നീ അന്ന് കണ്ടോണം വട്ടാന്നോ? ദൈവത്തിന് മഹത്വം. ഇവിടെ ഒരു ശരിയായ ഭരണം നടത്തുന്നത് യേശു ക്രിസ്തു ഭരിക്കും. ഈ തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുവരെ ഭരിക്കട്ടെ. ഭരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ശാന്തത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും യശസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സംസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ, ഇവിടെ പാർക്കുന്ന നാനാജാതി മനസ്ഥരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാ നമ്മളെ ഫലമേൽപ്പിച്ചത്. അല്ലാതെ മറ്റൊരു കാര്യം നമുക്ക് വ്യവസ്ഥ വെച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം പറയാ, ഈ ഭരണമെല്ലാം തച്ചുടഞ്ഞു പോകും. യേശുക്രിസ്തു ഇവിടെ ഭരിക്കും. അന്ന് ആമൻ നമ്മൾ പ്രഭുക്കന്മാരായിട്ട് വാഴും. അതുകൊണ്ട് ഒരു കാര്യം പറയാ, ആമൻ ഇവിടുത്തെ ഒന്നും കണ്ട് ദൈവമക്കൾ ചഞ്ചലിക്കരുത്. ഇരുവായ്ത്തല വാളുള്ളവനാ ഇന്ന് രാത്രി എന്നോട് നിന്നോട് ദൂത് പറയുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. സീസറിന്റെ വാള് കണ്ടോ, സീസറിന്റെ നിയമം കണ്ടോ, സീസറിന്റെ കുടിലതന്ത്രം കണ്ട് ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുക്രിസ്തു ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയെ വചനം പുറപ്പെടുവിക്കുന്നവനാ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇത് ഓടിച്ചെന്ന് ക്രിയ ചെയ്യുന്ന വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം. ഓടിച്ചവസാനിപ്പിക്കാം. ഏതായാലും വന്നല്ലോ. ഞാൻ കൃത്യം 9:30 നിർത്താം. എന്താ അതിലും പോകുമെന്നാ കുഞ്ഞുട്ടിച്ചാൻ പറയാൻ. ഇല്ല, ഇത് മതി. ഗുണമാകാനാന്നേ 9:30 ആകുമ്പോൾ ഗുണമാകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുവായ്ത്തലകളുള്ള മൂർച്ചകളെ വാളുള്ളവനാ ദൂത് പറയുന്നത്. അരിയേണ്ടതിനെ അരിയും, ചെത്തേണ്ടതിനെ ചെത്തും, സ്തോത്രം നീക്കേണ്ടതിനെ നീക്കും. നമ്മളായിട്ട് ഒന്നിനും പോകണ്ട. എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന പ്രമാണം എന്നത് മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കുക. ഞാനും നീയും പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നവൻ ദൈവമാ. ദേശത്തിന്റെ വള്ളക്കാടുകളെ ദൈവം ഇളക്കും, ആത്മാക്കളെ ദൈവം തരും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് അവൻ അത്ഭുത മന്ത്രിയാ. അത് ഓടിച്ച് അവസാനിപ്പിക്കുക. ഒന്ന്, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ 12 മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ. ഇനി 2, സഭയെ അഭിനന്ദിച്ചു. 13-ാം വാക്യം വായിച്ച് അഭിനന്ദിച്ചത് 2 കാര്യം അഭിനന്ദിച്ച് പറഞ്ഞിരിക്കുക. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പൊ ഈ 2 കാര്യം അഭിനന്ദിച്ചു. ഒന്ന്, നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. പിന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചു. 2 കാര്യം പറഞ്ഞ് അഭിനന്ദിക്കുക. ഒന്ന്, എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. 2, വിശ്വാസം ത്യജിച്ചില്ല. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ആ ദൈവത്തിന് ആവശ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്ത് കഷ്ടനഷ്ടങ്ങളും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഏത് പ്രശ്നങ്ങൾ വന്നാലും ആമേൻ സ്തോത്രം, ഈ നാമത്തെ മുറുകെ പിടിച്ചോണം. എന്റെ നാമം ആരാ? യേശുവിന്റെ നാമം. എന്താ നാമത്തിന്റെ വിശേഷത? എല്ലാ നാമത്തിലും മേലായ നാമമാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കുരുടര് കാണും, ചെകിടർക്ക് കേൾവി, മുടന്തര് നടക്കും, ഊമര് സംസാരിക്കും, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. ഇന്ന് രാത്രി ഈ നാമത്തെ മുറുകെ പിടിക്കണം. ഈ നാമത്തെ മുറുകെ പിടിച്ച് ആർക്കും ദോഷം വന്നിട്ടില്ല. ഈ നാമത്തെ ഉയർത്തിയവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. ഈ നാമത്തിന് ചുമല കൊടുത്ത് ആർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ല. എല്ലാ നാമത്തിലും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് രാത്രി ഈ നാമത്തെ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും ഒരു ദോഷവും വരികയില്ല. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. അഭിനന്ദിക്കുക. എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. കഷ്ടങ്ങൾ വരാം, രോഗങ്ങൾ വരാം, പീഡകൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ആക്ഷേപങ്ങൾ വരാം, അപമാനം വരാം, നിന്ന വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം. പക്ഷെ തളർന്നു പോകരുത്. ഈ നാമത്തെ മുറുകെ പിടിക്കുക. ഈ നാമം നിന്നെ ഉയർത്തുന്ന നാമമാ. ഈ നാമം നിന്നെ ആദരിക്കുന്ന നാമമാ. നിന്നെ സാന്ത്വതയായി ഉയർത്തുന്ന നാമം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, മഹത്വം. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതമല്ല പദമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതമല്ല നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരു നാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരു നാമത്തിന് ഇന്നും എന്നും സ്തുതി സ്തോത്രമേ.
ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ നാമത്തിലും മേലായ നാമം ഞാൻ വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് നിർത്തുക. ദൈവത്തിന്റെ മകത്ത് ഇനി അത് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും പുള്ളി ഇളകി നിൽക്കുക. ബൈബിൾ പിടിച്ചു, പിന്നെ നിങ്ങൾ ഓർക്കും ബൈബിൾ ഇരിക്കുന്നതുകൊണ്ടാണ് പുള്ളി ഇളകുന്നത്. ബൈബിൾ പിടിച്ചു, എന്നാ ഈ കണ്ണാടിയും കൂടെ അങ്ങോട്ട് വെച്ചു, കൊടുത്ത് ഇരിക്കാൻ പോകും. അതിനാ ഈ നാമത്തിന്റെ വിശേഷത. എല്ലാ നാമത്തിലും മേലായ നാമം പെർഗമോ സഭ ഈ നാമത്തെ മുറുകെ പിടിച്ചു. മാത്രമാണോ വിശ്വാസം നിഷേധിച്ചില്ല, കാത്തു. വായിച്ചേ ഒടുവിൽ അങ്ങനല്ലേ? എന്റെ സാക്ഷി വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. ഈ വിശ്വാസം നിഷേധിക്കരുത്. ഒത്തിരി പേര് നിഷേധിച്ചു പോയിട്ടുണ്ട്. അവര് മടങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിശ്വാസം നിഷേധിക്കരുത്. അതെന്താ? അയ്യോ, ഇതുപോലൊരു വിശ്വാസം വേറെ ഇല്ല. അതെന്നാ? വിലയേറിയ വിശ്വാസം, അതിവിശുദ്ധ. യൂദ 20 അങ്ങനല്ലേ വായിക്കുന്ന ഈ വിശ്വാസത്തിന്റെ വിശേഷത. ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. യൂദ 20 വായിര്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, ഇത് വിശുദ്ധനിൽ നിന്ന് ലഭിച്ചതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വിശ്വാസം നിഷേധിച്ചു പോകരുത്. ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പോരാട്ടങ്ങളും വരും, പക്ഷെ വിശ്വാസം നിഷേധിച്ചു പോകരുത്. ഈ പെർഗമോ സഭ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. സ്തോത്രം. വിവരിക്കുന്നില്ല. അങ്ങനെയുള്ള സഭയോട് ആക്ഷേപമുണ്ട് കേട്ടോ. ആക്ഷേപമാ 14. രണ്ട് കാര്യം ആക്ഷേപം പറഞ്ഞത്. വായിച്ചപ്പോ അതുകൂടെ പറയാം. അഭിനന്ദനം പറഞ്ഞതല്ലേ, അപ്പൊ ആക്ഷേപം കൂടി ഇരിക്കും. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാൻ എനിക്ക് അതുണ്ട്, കുറ്റമുണ്ട്. എന്തുവാ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇതിനകത്ത് കുറച്ച് പേരുണ്ട്. ബിലിയാമിന്റെ ഉപദേശം, പിന്നെ വേറെ 1-2 കക്ഷികൾ. എന്തുവാ? അവന്റെ നിക്കലോവ്യരുടെ ഉപദേശവും കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അവർ 2 ആക്ഷേപം പറഞ്ഞു, 2 അഭിനന്ദനം പറഞ്ഞു. അപ്പൊ തന്നെ 2 ആക്ഷേപം. ഒന്ന് ബിലിയാമിന്റെ ഉപദേശം, 2 നിക്കലോവ്യരുടെ. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പറയേണ്ടതാ, അതിന് തുനിയുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ബിലിയാമിന്റെ ഉപദേശം. അന്യജാതി എന്ന് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ് എടുക്കുന്നവൻ ആ അനുഭവത്തിൽപ്പെടാത്ത ഒരു ബക്കറിയായിട്ട് ബന്ധത കൂടാൻ പ്രമാണമില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കി കാര്യമെല്ലാം കൺവെൻഷൻ ആയതുകൊണ്ടെല്ലാം മൈക്ക് കൂടെ ഒന്നും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നില്ലെന്നല്ല, ഞാനങ്ങ് അടങ്ങുകയല്ല, അങ്ങ് വിഴുങ്ങുക. മനസ്സിലായോ? ഇത് പ്രമാണം കാക്കണം. ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അത് പാടില്ല. 2 നിക്കലോവ്യ ഉപദേശം. എന്താ നിക്കലോവ്യ ഉപദേശം? സാധാരണ എല്ലാവരും അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തില് നിക്കലോവാസിനെ തെരഞ്ഞെടുത്തല്ലോ, അവനിൽ കൂടി വന്ന ഉപദേശം. അത് ശരി. എന്നിരുന്നാലും സാധാരണ വേദപണ്ഡിതാക്കൾ പറയുന്നത് 2 പദമാണ്. നിക്കോലോവോസ്, 2 പദം. അതാ നിക്കലോവിയർ. നിക്കോലോവോസ് എന്ന് പറഞ്ഞാൽ ജനം ജയിക്കുക, ജനം ജയിക്കുക. ഇത് സഭയ്ക്കകത്ത് കയറി എന്ന് പറഞ്ഞ എലക്ഷൻ. അതാ ജനം നിക്കോലോവിയ. ജനമെല്ലാം കൂടെ ആൾക്കാരെ തെരഞ്ഞെടുക്കുക. അവരാ പിന്നെ ഇതെല്ലാം ഭരിക്കുന്നത്. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. മിണ്ടുന്നില്ല. ഓ എന്നാ മിണ്ടാന. അങ്ങനല്ല. ഇപ്പൊ ഞാൻ പുറത്തുള്ളവരുടെ കാര്യമല്ല, സഭയ്ക്കകത്തെ കാര്യമാണ്. ജനം ജയിക്കുന്നു. പ്രമാണമല്ല ജയിക്കുന്നത്, ദൈവമല്ല ജയിക്കുന്നത്, ആത്മാവുമല്ല, ജനം ജയിക്കുന്നു. അങ്ങനല്ലേ പറയുന്നത്. കൂടുതൽ വോട്ട് ഏത് കക്ഷിക്കാ കിട്ടി? അത് ബേബിച്ചാനാ കിട്ടി. അത് ബേബിച്ചാൻ സെക്രട്ടറി. കൂടുതൽ വോട്ട് ആർക്കാ കിട്ടിയത്? തങ്കച്ചാൻ ട്രഷാർ. കൂടുതൽ വോട്ട് ആർക്കാ കിട്ടിയത്? തങ്കച്ചാന്റെ കാര്യമല്ല പറഞ്ഞത്. കൂടുതൽ വോട്ട് ആർക്കാ കിട്ടിയത്? അത് പാപ്പച്ചന്. പാപ്പച്ചനാണ് കൗൺസിൽ സെക്രട്ടറി. ഇത് രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചതാണോ, തിരുമേജ് എടുക്കുന്നതാണോ, വേർപാട് പാലിക്കുന്നതാണോ, ഇതൊന്നും വിഷയമല്ല. ജനം ജയിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അലോഗ്യം ഉണ്ടാക്കും. നിങ്ങൾ പോകുമ്പോൾ പറയും നല്ലൊരു യോഗമായിരുന്നു, തുടക്കത്തിലെ അയാൾ വഴക്കുണ്ടാക്കിയച്ചാ, അതെല്ലാം കലക്കിയച്ചാ പുള്ളി പോയെന്ന് നിങ്ങൾ ഒരു പേര് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ജനമല്ല ജയിക്കേണ്ടത്, ദൈവം ജയിക്കണം. ജനമല്ല ജയിച്ചു വരുന്നത്, പ്രമാണം ജയിക്കണം. അവിടെ ഒത്തിരി വാക്യങ്ങൾ പ്രകാശിക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇത് ദൈവം ആക്ഷേപം പറയുക.
ഒന്ന് നിക്കലോവിയ ഉപദേശവും, രണ്ട് ബിലിയാമിന്റെ ഉപദേശവും. ഇത് പാടില്ല. ഇങ്ങനെയുള്ള സഭയോട് ദൈവം പറയുകയാ, ഇതിനെയൊക്കെ ജയിച്ചു വരുന്നവരോട് പറയാ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന ഇടക്കത്തെ കാര്യവും ആക്ഷേപ വിവേചനവും മുന്നറിയിപ്പും ഇതൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തുകൊണ്ട് അത് നിർത്തുക. ഇങ്ങനെയൊക്കെ ജയിച്ചു വരുന്ന ദൈവമക്കളോട് പറയാ, ജയിക്കുന്നവന് പാപത്തെ, ലോകത്തെ, ജഡത്തെ, ഇമ്പങ്ങളെ, ലോക ഇമ്പങ്ങളെ, ആഡംബരങ്ങളെ, ആടിമോടികളെ സകലത്തെയും ജയിച്ചു വരുന്ന വിശുദ്ധന്മാരോട് പറയുകയാ, അങ്ങനെയുള്ളവർക്ക് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന. മന്നയെ പറ്റി ഒത്തിരി കാര്യം പറയാനുണ്ട്. മന്ന എന്താ മന്നയുടെ വിശേഷത? ഈ മന്ന ഇവര് യാത്ര ചെയ്ത് വന്നപ്പോ ഇടങ്കഴി മന്ന എടുത്ത് ഒരു പൊൻപാത്രത്തിനകത്ത് സൂക്ഷിക്കാൻ പറഞ്ഞു. വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുകൊണ്ട് വായിപ്പിക്കുന്നില്ല, സൂക്ഷിക്കണം. എന്നിട്ട് ഇത് പെട്ടകത്തിനകത്ത് വായിച്ചേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 2 വായിച്ചേ. ആദ്യം പെട്ടെന്ന് വായിച്ചോ, നിർത്താൻ പോവുക. എബ്രായർ 9:2. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യഭാഗത്ത് നിലവിളക്കും മേശ കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. കാഴ്ചയപ്പം അപ്പം ഉണ്ടായിരുന്നു. പിന്നെ അതിന് വിശുദ്ധ സ്ഥലം എന്ന പേര്. അടുത്തത് രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും മുഴുവൻ പൊന്നു പൊതിഞ്ഞൊരു നിയമപ്പെട്ടകം. ശ്രദ്ധിച്ചേ. അപ്പോൾ നിയമപ്പെട്ടകം പൊന്നുകൊണ്ട് മുഴുവൻ പൊതിഞ്ഞ ഒരു പെട്ടകം. അടുത്തത് അതിനകത്ത് മന്നയിട്ട് വെച്ച പൊന്ന്. അതിനകത്ത് അപ്പം 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് ആ പെട്ടകം. അതിന് മുകളിൽ പൊന്നുകൊണ്ട് വക്കും വരിപ്പോ. അതിനകത്ത് പലക ചെലുത്തി ചേർത്ത് കിട്ടു. അതിനകത്ത് 4 വളയം ഇട്ടിട്ടുണ്ട്. അത് കതിരമരത്തിന്റെ തണ്ട് പൊന്നു ചെലുത്തി മൊത്തം പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഇനി അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും പെട്ടകമുമതിനുൾ നിയമത്തിൻ കൽപ്പനയും മന്ന. പെട്ടകമുമതിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന. ഇട്ടു വച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി. ഇട്ടു വച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി. ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്ന എന്തോരതിശയമേ. പാടാൻ നേരമില്ല. അപ്പോൾ പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങളാ. മന്ന ഇട്ട് വച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്തവടി, നിയമത്തിന്റെ കൽപ്പലക. ഇത് 3 പെട്ടകത്തിനകത്ത് ഇടങ്ങഴി മന്ന ഒരു പൊൻപാത്രത്തിനകത്ത് ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പുറപ്പാട് 16 പഠിക്കുമ്പോൾ ഇത് എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇതും ചുമന്നുകൊണ്ടായി ഇവരിങ്ങനെ പോയത്. മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോഴല്ല ഇത് ചുമന്നുകൊണ്ട് പോകുക. യോർദാൻ കടന്നപ്പോഴും ഇത് ചുമന്നു. കനാനിലോട്ട് എരികോ കോട്ട പിടിച്ചപ്പോഴും മന്ന കയ്യിലുണ്ട്. അങ്ങനെ ചുമന്ന് ഹായി പട്ടണം പിടിച്ചപ്പോഴും കൊണ്ടുപോയി. ആ ഗിബയോനെ ഒതുക്കി ശീലോ വെച്ചെന്ന സമാഗമന കൂടാരെന്ന് വരുത്തി ദേശമെല്ലാം കൈയടക്കി. ചുരുക്കി പറഞ്ഞാൽ 10-18 ന്യായാധിപന്മാരുടെ കാലത്തെല്ലാം ഇതുണ്ടായിരുന്നു. ഒടുവില് ശൗലിന്റെ കാലത്ത് കൊണ്ട് ഗണ്യമാക്കിയില്ലെങ്കിലും ഉണ്ട്. ദാവീദ് ഈ പെട്ടകം തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ദാവീദിന്റെ മകനാകുന്ന ശലോമോൻ അവൻ വലിയ പള്ളി പണിതു. ഭയങ്കരം പള്ളി പണിതു. പള്ളിയെല്ലാം കൂടെ പണിത് പള്ളിയുടെ ഉദ്ഘാടനത്തിന് സകല ആൾക്കാരെ വിളിച്ചു. ആടിനെയെല്ലാം കണ്ടിക്കുകയായിരുന്നു നിന്ന്. പുരോഹിതന്മാരെല്ലാം കണ്ടിച്ചു. പ്രയർ ഗ്രൂപ്പ്, പിന്നെ വർഷിപ്പ് ലീഡേഴ്സ്, പിന്നെ ആശംസകളുടെ പ്രവാചകൻ, എന്തോ പ്രവാഹമാ ഇതെല്ലാം. 8:4 വായിച്ച എല്ലാവർക്കും സംശയം ഇത് പുസ്തകത്തിലുള്ളതാണോ എന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ച് തെളിയിക്കുക. വചനത്തിൽ നാം എന്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ. വായിര് 8:4. അതേടല്ലേ 8. അതുകൊണ്ട് ഇവിടെ വായിര് 4.
അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരും അത്രേ അവയെ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു. എണ്ണവും കണക്കുമില്ലാതെ ആടിനെയും കാളയും കണ്ടിച്ചു. ഭയങ്കര വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. പിന്നെ പ്രസംഗകര്, ആശംസകളുടെ പ്രവാചക എന്ന് വേണ്ട പള്ളി ഉണ്ടപ്പോ ഇങ്ങനൊരു പള്ളി ഇതിക്ക് മുമ്പ് ഞങ്ങള് കണ്ടിട്ടില്ല. ഉടനെ ഫേസ്ബുക്കിനകത്ത് വാട്സപ്പിനകത്ത് പിന്നെ ലൈക്ക് ചെയ്യുന്നു. ഉടനെ പറഞ്ഞു ഇതിന്റെ കല്ല്, ഇതിന്റെ പണി എല്ലാം ഭയങ്കര കേമം. എല്ലാം വിവരിക്കാൻ നേരമില്ല. അമ്പരചുംബിയായ പള്ളിയെല്ലാം പണിത് യാഗവും യോഗവും ക്രൂസൈഡും കൺവെൻഷനും എല്ലാം വെച്ച് പെട്ടകമെല്ലാം കൂടെ കൊണ്ടുവന്നപ്പം കുഴപ്പടിയായി. എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല. 8-ാം വാക്യം വായിച്ചേ മൈക്ക് കൂടെ. തണ്ടുകൾ നീണ്ടിരിക്കാൻ, ആ പെട്ടകത്തിന്റെ തണ്ടുകൾ നീണ്ടിരിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും. അടുത്തത് എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അടുത്ത വാക്യം. അവ ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. 9 വായിര്. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ശേഷം പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകകൾ അല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ മന്നേം തളിർത്ത വടിയില്ലെന്ന്. പള്ളിയൊക്കെ ഭയങ്കരമായിട്ട് പണിതു. ഭയങ്കര ചർച്ച. ചിലപ്പോഴത്തില് ഈ ദേശത്ത് ഞങ്ങളുടെ ചർച്ച് പോലെ ഇപ്പൊ AC ആക്കി. അതൊക്കെ നല്ല കാര്യം. ചൂടും പിടിച്ചിരിക്കണ്ടല്ലോ. ചർച്ചയ്ക്ക് അമ്പരചുംബിയാ. കൺവെൻഷൻ ഗ്രൗണ്ട് ഉണ്ട്, ചർച്ചുണ്ട്, പാർക്കിങ്ങിന് സൗകര്യമുണ്ട്, ഭയങ്കര പരിപാടികളാ. കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം നല്ല കാര്യം. പക്ഷെ വേണ്ടതില്ല. 2 കരിങ്കല്ലിരിപ്പുണ്ട്. 2 കരിങ്കല്ല്. അത് ആദ്യത്തെ കല്ല് അടിച്ചുടച്ച് കളഞ്ഞു. ആദ്യത്തെ പലക ദൈവത്തിന്റെ പലകയും ഇതിന് എടുത്ത് ദൈവത്തിന് എടുത്ത് അത് പോയി. പിന്നെ 2 കൽപ്പലക ചെത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഈ 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിനകത്ത് ഇപ്പം മന്നായുമില്ല, അഹരോന്റെ തളിർത്ത വടിയുമില്ല. എന്റെ ഭാഷയാ, അത് ആണുങ്ങൾ കൊണ്ടുപോയി. മന്നയില്ല, വടിയില്ല. പള്ളിയൊക്കെ വലിയ കാമമാണ്. കാശുമൊക്കെ എടുത്ത് വീശി. പക്ഷെ വേണ്ടത് ഇന്ന് രാത്രി പള്ളി വലുതല്ലെങ്കിലും, ആള് കണ്ടമാനം കൂടിയില്ലെങ്കിലും, കാളയെ ഒത്തിരി കണ്ടിച്ചില്ലെങ്കിലും ഇതിനകത്ത് വേണ്ടത് മന്നയാണ്. ഞാൻ എന്റെ വാക്ക് നിർത്തുക. മന്ന യേശു ക്രിസ്തുവിന് നടല. ഈ മന്ന യേശു ക്രിസ്തുവിന് നടല എന്ന് പറയാൻ കാര്യം, ഒന്ന് ഉയരത്തിന്ന് വീണ മന്ന. ഉയരത്തിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. 2 മന്ന ചെറുതാ. വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ചെറുതായിട്ട് അവതരിച്ചു. അതാ മന്ന. 3 മന്ന വാതുക്ക കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷ തേടി കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ട് പോകണ്ട, നിന്റെ വാതുക്കലുണ്ട് രക്ഷ. പ്രൈസ് ദി ലോർഡ്. 4 മന്ന ഉരുണ്ടതാ എന്ന് പറഞ്ഞ എന്റെ ഭാഷയാ, മന്നയ്ക്ക് മൊനയില്ല. മന്ന ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഒരു പാപവുമില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഇന്ന് രാത്രി മറഞ്ഞിരിക്കുന്ന മന്ന അവൻ സ്തോത്രം ജയിക്കുന്നവന് തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആ മന്ന ഭുജിക്കുവാൻ, ആ മന്ന പ്രാപിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ ദൈവത്തിന്റെ മഹത്വം. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ജയിക്കുന്നവർക്ക് മന്ന തരും. മറഞ്ഞിരിക്കുന്ന മന്ന ദൈവത്തിന്റെ മഹത്വം. ബാക്കി ഭാഗം ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ കർത്തദാസന്മാർക്കും, മാതാക്കൾക്കും, പിതാക്കന്മാർക്കും, സമീപവാസികൾക്കും, ദേശവാസികൾക്കെല്ലാം നന്ദി. നന്ദി. ഓൺലൈനിലുള്ളവർക്ക് നന്ദി. അല്പസമയം ദൈവത്തെ സ്തുതിക്കേ. മറഞ്ഞിരിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം. ജയിക്കുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സമയം പോയെന്നറിയാം. പഴയ പാട്ടിന്റെ ഒരു വരി കൈയടിച്ചൊന്ന് പാടിയാട്ടെ. എന്നു നീ വന്നിടും എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ, എന്റെ ആശ തീർക്കുവാൻ. ആമേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മകേശ മഹാരാജനെ മകേശ. കൈയടിച്ച്
ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആവതുള്ളവർക്ക്, പ്രായമുള്ളവർ അവിടെ ഇരുന്നോ, ക്ഷീണിതർ അവിടെ ഇരുന്നോ, അല്ലാത്തവർ അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഇവിടെ പോവാ. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്നേ